വിടർത്തിയ മോഹന ദർശനമേകോ കാകച്ചാത്തി പീലി വിടർത്തിയ മോഹന ദർശനമേകോ ആടി ചാഞ്ചാടി തെരഞ്ഞാടിക്കൊണ്ടോടി വാ കണ്ണ ആടി ചാഞ്ചാടി തെരഞ്ഞാടിക്കൊണ്ടോടി വാ കണ്ണ വൃന്ദാവനത്തിലെ സഖിമാരേ നിങ്ങളെന്റെ കണ്ണനെ കണ്ടുവോ വൃന്ദാവനത്തിലെ നിങ്ങളെന്റെ കണ്ണനെ കണ്ടുവോ വൃന്ദാവനത്തിലെ സഖിമാരേ നിങ്ങളെന്റെ കണ്ണനെ കണ്ടുവോ വൃന്ദാവനത്തിലെ സഖിമാരേ നിങ്ങളെന്റെ കണ്ണനെ കണ്ടുവോ ആടി ചാഞ്ചാടി ചെഞ്ഞാടിക്കൊണ്ടോടി വാ കണ്ണ ആടി ചാഞ്ചാടി ചെഞ്ഞാടിക്കൊണ്ടോടി വാ കണ്ണ ആടി ചാഞ്ചാടി ചെഞ്ഞാടിക്കൊണ്ടോടി വാ കണ്ണ വൃന്ദാവനത്തിലെ സഖിമാരേ നിങ്ങളെന്റെ കണ്ണനെ കണ്ടുവോ വൃന്ദാവനത്തിലെ സഖിമാരേ നിങ്ങളെന്റെ കണ്ണനെ കണ്ടുവോ നിങ്ങളെന്റെ കണ്ണനെ കണ്ടുവോ നിങ്ങളെന്റെ കണ്ണനെ കണ്ടുവോ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. വളരെയധികം സന്തോഷം. എല്ലാവരും അതിൽ അല്ലേ ആത്മാർത്ഥമായിട്ട് പങ്കെടുത്തു. ഇനി എന്താ വേണ്ടത്? ഇനി എല്ലാവരും ഇവിടത്തേക്ക് ശ്രദ്ധിക്കാം. മുമ്പ് ഒരു ആള് കേൾക്കുന്നില്ലേ പറയുന്നത്? കേൾക്കുന്നുണ്ടോ? ആ, മുമ്പൊരു ആള് ഇതേപോലെ ഒരു സത്സംഗത്തിന് പോയി. സത്സംഗം എന്ന് പറഞ്ഞാൽ അറിയാമോ? ഇതേപോലുള്ള വേദികൾ ഒക്കെയാണ് സത്സംഗങ്ങൾ. അപ്പം അങ്ങനെയുള്ള ഒരു സത്സംഗത്തിന് പോയി, നാരായണിയോ ഭാഗവതമോ ഭഗവത്ഗീതയോ ഏതോ ഒരു സത്സംഗം, അതിന് പോയി കാലത്ത് മുതൽക്ക് വൈകിട്ട് വരെ അവിടെ ഇരുന്നു. അവിടെ നിന്ന് പറയുന്നതൊക്കെ കേട്ടിട്ട് അദ്ദേഹം വൈകിട്ട് തൻ്റെ വീട്ടിലേക്ക് പോവാണ്. പോകുമ്പോൾ വഴിയിൽ തൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, നീ എവിടെ പോയത്? പറഞ്ഞു, ഞാനിങ്ങനെ സത്സംഗത്തിന് പോയതാണ്. അത് അയാൾ പറഞ്ഞു, എനിക്ക് ഇന്ന് വരാൻ വേണ്ടി സാധിച്ചില്ല, ഒരുപാട് തിരക്ക്, നമ്മളെ പോലെ തന്നെ അല്ലേ, തിരക്ക് ഒരുപാടുള്ള ആൾക്കാർ. അപ്പോൾ അവിടുന്ന് എന്തൊക്കെയാണോ ഇന്ന് പറഞ്ഞത് അതൊന്നും എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? അപ്പോൾ അയാൾ പറഞ്ഞു, അവിടുന്ന് ഞാൻ കേട്ടു ഒരുപാട് കാര്യങ്ങൾ, പക്ഷെ അതൊന്നും എന്നോട് പറയാൻ എനിക്ക് അത്രയ്ക്കൊന്നും കഴിയില്ല. എന്നാലും നീ എന്തിനാ അവിടെ വെറുതെ പോയിട്ട് സമയം കളയുന്നത്? രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ അവിടെ ഇരുന്നിട്ട് കേട്ടതൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ വെറുതെ സമയം കളയല്ലേ ചെയ്യുന്നത്? അല്ല, ഇങ്ങനെ ചോദിക്കും നമ്മളോടും ചിലപ്പോൾ ചില ആൾക്കാർ. സപ്താഹം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ പോയി ഇരുന്നിട്ട് വെറുതെ സമയം കളയുക, രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ അവിടുന്ന് കേട്ടതൊന്നും മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തിനാ വെറുതെ സമയം കളയുന്നത് എന്ന് ചില ആൾക്കാർ നമ്മളോട് ചോദിക്കാറില്ലേ? ചോദിക്കും ചിലപ്പോൾ. മനസ്സിലാക്കുക, മുമ്പ് ഈ കിണറെന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അറിയോ? ആർക്കെങ്കിലും കിണർ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് തോന്നും. ഇപ്പോൾ ഈ കിണറെന്ന് പറയുന്നത് കാണാൻ പോലും സാധിക്കില്ല. എല്ലാം സ്ലാബിട്ട് മൂടിയിട്ട് അല്ലെങ്കിൽ കുഴൽ കിണർ എന്ന് പറഞ്ഞിട്ട് പല രൂപത്തിലാണ്. അതുകൊണ്ടാണ് അറിയുമെന്ന് ചോദിക്കുന്നത്. ഈ കിണറിൽ നിന്ന് എങ്ങനെയാണ് വെള്ളം കോരുക? കയറ്, പിന്നെ ഒരു വേറെ സാധനം, അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് കോരുക. ഇതൊക്കെ ഇപ്പോഴത്തെ പറയാനാണ് തോന്നുന്നത്. അപ്പം അങ്ങനെ വെള്ളം കോരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ബക്കറ്റുണ്ട്. ഈ ബക്കറ്റിനെ എങ്ങനെയാണോ നിരന്തരമായിട്ട് ജലത്തിലത് പ്രവേശിക്കുമ്പോൾ അതിനെ ശുദ്ധീകരിക്കുന്നത്, അതേപോലെ നമ്മളെയും ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാലോ, നമ്മുടെ മാലിന്യങ്ങൾ അല്ലെ, ഹൃദയത്തിലുള്ളതായ അനവധി മോശമായ ചിന്തകളെ മാറ്റിയിട്ട് നമ്മുടെ മനസ്സ് ശരീരമൊക്കെ നിർമ്മലമാക്കി തീർക്കാൻ വേണ്ടിയിട്ട്, ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് മനസ്സിലാണെങ്കിൽ ഇതുപോലെ ചില മാറ്റങ്ങൾ
വരും. ഭഗവത് കഥകൾ കേട്ടാൽ അത് ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. അല്ലെ, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അതൊക്കെ കുറയും, യാതൊരു സംശയവുമില്ല. ഏതായാലും അതിപ്പോൾ അല്ലെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അല്ലാതെ ഇനിയിപ്പോൾ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ അല്ല തിരുമേനി നിങ്ങൾ ആ ഒരു കുടത്തിൻ്റെ ഒരു വെള്ളത്തിൽ താഴ്ത്തുന്ന കാര്യമല്ല, അതിപ്പോൾ ഏത് അധ്യായത്തിലാണ് ഭാഗവത്തിൽ വർണ്ണിച്ചതെന്ന് ചോദിച്ചാൽ അല്ലേ, അത് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ഇവിടുത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഏതായാലും ശ്രദ്ധിക്കുക എല്ലാവരും. കംസമഹാരാജാവിൻ്റെ ഭടന്മാർ, മന്ത്രിമാർ, മോശമായ സ്വഭാവമുള്ള മന്ത്രിമാർ, ദുർമന്ത്രിമാർ, അനേകം ആൾക്കാർ ഭഗവാന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗോകുലത്തിലേക്ക് വന്നു. കണ്ടു നമ്മൾ അനേകം ആൾക്കാർ. അവരൊക്കെ എന്തായിട്ട് തീർന്നു? അവർക്ക് ഭഗവാന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല എന്ന് മാത്രമല്ല, അവരൊക്കെ ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ തിരിച്ച് അതുകൊണ്ട് അവിടുന്ന് കേശി എന്ന് പറഞ്ഞതായ അസുരൻ ഇങ്ങനെ വരുന്നതായ ആൾക്കാരെയൊക്കെ തന്നിലേക്ക് എത്തിച്ചേർന്നു. അല്ലെ, അനേകം ഭഗവാന്റെ കഥകൾ, പലതരത്തിലുള്ളതായ കഥകൾ, രൂപത്തിലുള്ള ഭാവത്തിലുള്ളത് കേൾക്കുമ്പോൾ അതിലേതെങ്കിലും ഒന്ന്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളിതൊക്കെ കേൾക്കുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ എത്തിച്ചേർന്നതായ അനേകം ആൾക്കാരുടെ കഥകളാണ്, പല രൂപത്തിലേക്ക് എത്തിച്ചേർന്ന അനേകം ആൾക്കാരുടെ കഥകളാണ് നമ്മൾ ഭാഗവതത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഏതായാലും ആ സമയത്ത് ശ്രീനാരദ മഹർഷി ഗോകുലത്തിൽ രാമകൃഷ്ണന്മാരുടെ അടുത്ത് വന്നിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട് ഭഗവാനോട് അപേക്ഷിച്ചു. ഭഗവാനെ, അന്ന് അനേകം അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. അവതീർണോ വിനാശായ സേതൂനാൻ രക്ഷണായ അനേകം അവതാരങ്ങൾ. ഇതിനു വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഓരോ അവതാരങ്ങൾ ആയ വിഷമങ്ങൾ, ആപത്തുക്കളൊക്കെ വന്ന സമയത്ത് ഭഗവാനെ ഉള്ളു ചുട്ട് ഭഗവാനെ ആശ്രയിച്ചപ്പോൾ വളരെ ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഓരോ രൂപത്തിൽ, പല അവതാര രൂപത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കാം. അങ്ങനെ അനേകം അവതാരങ്ങൾ എടുത്തതായ ഭഗവാനെ, എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ ഗോകുലത്തിൽ ഇവിടെ തന്നെ ഇങ്ങനെ കഴിഞ്ഞു കൂടിയാൽ മാത്രം പോരാ, ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട്? മഥുരയിൽ പോയിട്ട് തൻ്റെ അമ്മാവനായ കംസനെ നിഗ്രഹിക്കാനുണ്ട്, പിന്നെ പാരിജാതം അപഹരിക്കണം, ഇങ്ങനെ രുക്മിണി ദേവി വിവാഹം കഴിക്കണം, ഇങ്ങനെ ഒരുപാട് ലീലകൾ ചെയ്ത് തീർക്കാനുള്ളതുകൊണ്ട് അന്ന് ഈ ഗോകുലത്തിൽ തന്നെ ഈ ജീവിതം മുഴുവൻ ഇങ്ങനെ കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അങ്ങനെ ആ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് ഭഗവാൻ രാമകൃഷ്ണന്മാരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ആ ശ്രീനാരദ മഹർഷി അവിടുന്ന് തിരിച്ചെഴുന്നള്ളി. അപ്പോഴാണ് കംസൻ്റെ ഒരു മന്ത്രിസഭ കൂടി. കംസന് നല്ല മന്ത്രിമാരൊന്നുമല്ല, പിന്നെയോ മോശമായ മാർഗങ്ങൾ, ഉപദേശങ്ങൾ വിളിച്ചു കൂട്ടി കംസമഹാരാജാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇത്രയും കാലം ഇവിടുന്ന് കുറേ ആൾക്കാർ ഇവിടുന്ന് പോയില്ലേ രാമകൃഷ്ണന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് സാധിച്ചോ? ഇല്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ രാമകൃഷ്ണന്മാരെ നമ്മുടെ ഈ മധുരയിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ സ്വന്തം കൊട്ടാരം, നമ്മുടെ സ്വന്തം സ്ഥലമാകുമ്പോൾ നമുക്ക് കൂടുതലൊരു ധൈര്യം, ശക്തിയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ ഈ രാമകൃഷ്ണന്മാരെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഏതെങ്കിലും രൂപത്തിൽ ഒന്നുകിൽ യുദ്ധം ചെയ്തിട്ട്, അല്ലെങ്കിൽ കൂലയാമ്പീടെന്ന് പറഞ്ഞ ആനയുണ്ട്, അല്ലെങ്കിലോ പേടിക്കാനില്ല, ഞാനിവിടെ ശക്തിമാനായിട്ടുള്ളതായ കംസൻ എന്ന ഞാനിവിടെ ഉണ്ടല്ലോ, ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഈ രാമകൃഷ്ണന്മാരെ ഇല്ലാതാക്കാം. അതുകൊണ്ട് അതിനുള്ള ആ ഒരു ഉപായം കണ്ടെത്തി അവർ. എന്താ ഉപായം? ഒരു ധനുർയാഗം എന്ന പേര്, ഒരു വലിയൊരു യാഗം. എന്താ ധനുർയാഗം എന്ന് പറഞ്ഞാൽ വലിയ യാഗം. ആ വലിയ യാഗം നടത്താൻ തീരുമാനിച്ചു. ആ വലിയ യാഗത്തിന് രാമകൃഷ്ണന്മാരെ മധുരയിലേക്ക് കൊണ്ടുവരണം. അതിപ്പോൾ കൊണ്ടുവരാൻ എങ്ങനെയാണ് സാധിക്കുക? നമ്മളാരെങ്കിലും പോയാൽ സാധിക്കുമോ? ഇല്ല, നമ്മളൊക്കെ മോശമായ മന്ത്രിമാരാണ്. അപ്പോൾ ഭഗവാനെ, രാമകൃഷ്ണന്മാരെ മധുരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആര് പോയാലേ സാധിക്കുള്ളൂ? ഒരു ഭക്തൻ പോയാലേ സാധിക്കുള്ളൂ. ഏതാ ഭക്തൻ? മന്ത്രിസഭയിൽ നോക്കി, ചന്ദനക്കുറി ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ, ചന്ദനോ കുങ്കുമോ അങ്ങനെ ആരെങ്കിലും തൊട്ടിട്ടുണ്ടോ, അവരൊക്കെ ഭക്തന്മാരാണെന്ന് നമ്മുടെ ധാരണയുണ്ടല്ലോ. അങ്ങനെ സദസ്സിലേക്ക് നോക്കി. അപ്പോഴാണ് ഒരാളുണ്ട്, ആര്? ഈ ചന്ദനക്കുറിയൊക്കെ തൊട്ട എല്ലാവരും ഭക്തന്മാരാണോ? അല്ല. അപ്പോഴാണ് ഒരു അക്രൂര മഹാശയനെ കണ്ടത്. വേഗം ആ അക്രൂര, അയാൾ ഏകാദശി നോൽക്കാറുണ്ട്, ഭഗവാനെ ഭജിക്കാറുണ്ട്. അങ്ങനെയുള്ള അക്രൂര മഹാശയനോട് പറഞ്ഞു, നാളെ കാലത്ത് പുറപ്പെടണം. എവിടത്തേക്ക്? ഗോകുലത്തിലേക്ക്. ഞാൻ രഥം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്,
ആ രഥത്തിൽ കയറിയിട്ട് നാളെ കാലത്ത് പുറപ്പെട്ടിട്ട് രാമകൃഷ്ണന്മാരെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുവരണം. ഇവിടെ ഒരു വലിയ വില്ലിയാഗമുണ്ട്. അവിടെയുള്ളതായ ഗോരസങ്ങൾ മുഴുവൻ ഇവിടത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയുന്നു. എന്താ ഗോരസം എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ പാല്, തൈര്, വെണ്ണ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതായ ഗോകുലത്തിൽ അനേകം പശുക്കളുണ്ട്. അവരുടെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ആരാണ്? പശുക്കളാണ്. അപ്പോൾ അവിടെയുള്ള സൂക്ഷിച്ചു വെച്ചതായ സകല ഗോരസങ്ങളും ഇവിടത്തേക്ക് കൊണ്ടുവരണം എന്നൊക്കെ അക്രൂരനോട് പറഞ്ഞു. അപ്പോഴാണ് കംസന് ഓർമ്മ വന്നത് ഒരു കാര്യം. അക്രൂര മഹാശിവനോട് പറഞ്ഞു, ഒരു സ്വകാര്യം ഞാൻ പറയാം, ഇത് അവിടെ രാമകൃഷ്ണന്മാരോട് പറയരുത്. എന്താ സ്വകാര്യം? ഈ വില്യയാഗം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇവിടത്തേക്ക് കൊണ്ടുവരാമെന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇവിടെ വില്യയാഗം ധനുയാഗം ഒന്നുമില്ല. യഥാർത്ഥത്തിൽ ഈ രാമകൃഷ്ണന്മാരെ ഇവിടെ കൊണ്ടുവന്നിട്ട് വധിക്കാൻ, കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവിടത്തേക്ക് കൊണ്ടുവരുന്നത്. ഇത് മാത്രം അവിടെ പറയരുത്. അതങ്ങനെ കേട്ടു ആര്? അക്രൂര മഹാശിവൻ. അല്ലേ, നമ്മളോടൊക്കെ ചില ആൾക്കാർ പറയും, അത് ഇത് മറ്റുള്ളവരോട് പറയരുത് എന്ന് പറഞ്ഞിട്ട് നമ്മളോടൊരു കാര്യം രഹസ്യം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നി ഇത് മറ്റുള്ളവരോട് പറയണം. അതിൻ്റെ അർത്ഥം അതാണ്. അത് പറയരുത് എന്ന് പറഞ്ഞാൽ പറയണമെന്നാണ്. അത് മറ്റുള്ളവരോട് പറയാതെ കണ്ട് നമുക്ക് സമാധാനം കിട്ടില്ല. ഏതായാലും പിറ്റേ ദിവസം പ്രഭാതത്തിൽ അക്രൂര മഹാശയൻ കംസമഹാരാജ് ഏർപ്പെടുത്തിയതായ ആ രഥത്തിൽ കയറി അദ്ദേഹം ചിന്തിച്ചു, ഇത്രയും കാലം ഈ പരമാത്മാവായിട്ടുള്ളതായ ആ ഒരു രാമകൃഷ്ണന്മാരെ കാണാൻ വേണ്ടിയിട്ട് ഗോകുലത്തിൽ പോയിട്ട് കാണണം എന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ സാധിച്ചിട്ടില്ല. കാരണം എന്താണ്? കംസ മഹാരാജാവിനെ പേടിച്ചിട്ട് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അപ്പോഴാണ് ഇതിപ്പോൾ ജീവിതത്തിൽ മമൈതദുർലഭം മന്യ ഉത്തമ ശ്ലോക ദർശനം. ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ദുർലഭമായിട്ട് കിട്ടുന്നതായ ഒന്നാണ്. എന്ത്? ഉത്തമ ശ്ലോക ദർശനം. ഉത്തമ ശ്ലോക പുരുഷനായ ഈ ഒരു ഭഗവാനെ കാണുക എന്നുള്ളത്. അത് നമ്മൾ വിചാരിച്ച് സാധിക്കുമോ? ഇല്ല. ഭഗവാൻ തന്നെ വിചാരിക്കണം ഇവനെ എനിക്ക് കാണണമെന്ന്. എന്നാലേ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. അല്ലെ, ഗുരുവായൂർ അമ്പലത്തിലൊക്കെ കുറേ സമയം ക്യൂ നിൽക്കുമ്പോൾ 4 മണിക്കൂറോ 3 മണിക്കൂറോ ഒക്കെ ക്യൂ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും, എന്ത് തോന്നും? എങ്ങനെ ഇപ്പം എങ്ങനെയെങ്കിലും നാട് പിടിക്കേണ്ടേ തോന്നും. യഥാർത്ഥത്തിൽ അങ്ങനെ ആ സമയത്ത് നമ്മളെന്താ ചിന്തിക്കേണ്ടത്? ഭഗവാന് നമ്മളോടുള്ള സ്നേഹമാണ് ഇങ്ങനെ കുറേ സമയം അവിടെ ആ ഒരു സന്നിധിയിൽ നമ്മളെ നിർത്തുന്നത് ഭഗവാനാണ് എന്ന് മനസ്സിലാക്കണം. ഇല്ലെങ്കിലോ 5000-ൻ്റെ അല്ലേ 4500 അടച്ചിട്ട് വേഗം തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ച ഭഗവാൻ എന്താ വിചാരിക്കുന്നത്? ഇതിനധികം എനിക്ക് കാണേണ്ട സമയം, അധികം സമയം കാണേണ്ട, ഇതിന് എത്രയും ഞാൻ തൊഴുതിട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഭഗവാനോട് നിർത്തുകയല്ല ചെയ്യുക നമ്മളെ. നമ്മളോട് ഭഗവാന് കാരുണ്യം ഉണ്ടെങ്കിലാണ് അല്ലേ കുറേ സമയം നിർത്തി 4 മണിക്കൂർ ക്യൂ നിർത്തിയിട്ട് നമ്മളെ തൊഴിക്കുക. ഏതായാലും ഇവിടെ അക്രൂര മഹാശയൻ ചിന്തിച്ചു, ഈ ജീവിതത്തിൽ ദുർലഭമായിട്ട് കിട്ടുന്നത് ഒന്നാണ് ഭഗവാന്റെ ദർശനം എന്ന് പറയുന്നത്. അതിപ്പോൾ തനിക്ക് കൈവരാൻ വേണ്ടിയിട്ട് പോകുന്നു. ഞാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അത് സാധിച്ചില്ല. ഇപ്പോൾ ഭഗവാൻ തന്നെ തനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നു. ഏതായാലും ആ രഥത്തിൽ കയറി, അതൊക്കെ രഥത്തിൽ കയറിയിട്ട് ആ കടിഞ്ഞാണൊക്കെ, കുതിരകളുടെ കടിഞ്ഞാണൊക്കെ പിടിച്ചിട്ട് അക്രൂരൻ അങ്ങനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. രഥം അങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അക്രൂരൻ ആ രഥത്തിലിരുന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി മനസ്സിൽ പല കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് പോയിട്ട് ഗോകുലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ രാമകൃഷ്ണന്മാർ തന്നെ തിരിച്ചറിയും. ഇനി ആ കുട്ടികളെ ഇവിടെ വധിക്കാൻ വേണ്ടിയിട്ട്, കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുവരുന്നത്. അതിപ്പോൾ ബുദ്ധിമുട്ടാവില്ലേ? ഞാൻ ഈ കുട്ടികളെ എങ്ങനെയാണ് കൊണ്ടുവരിക? ഇനി ഭഗവാൻ തന്നെ തിരിച്ചറിയോ? അതുമാത്രമല്ല, ഞാൻ ആഗ്രഹിച്ചത് ഭഗവാൻ തന്നെ എനിക്ക് സാധിപ്പിച്ചു തരികയാണ് ചെയ്തത്. ഇതുപോലെയാണ് യോന്തർബഹിശ്ചേതസ ഏതദീഹിതം ക്ഷേത്രജ്ഞ ഈക്ഷത്യമലേന ചക്ഷുഷ. ഭഗവാനെ ഞാൻ കാണണമെന്ന് ഇത്രയും കാലം വിചാരിച്ചിരുന്നു, പക്ഷേ തനിക്കത് സാധിച്ചിട്ടില്ല. ഇപ്പോൾ തൻ്റെ ആഗ്രഹം ഭഗവാൻ തന്നെ സഫലീകരിച്ച് തന്നതായ ആ ഒരു സന്ദർഭം എന്തുകൊണ്ടാണ്? ഭഗവാൻ തൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട്. ആ ഒരു ആഗ്രഹം ഭഗവാൻ ലഭിച്ചത് ഈ ശരീരം ഒരു ക്ഷേത്രമായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ അകത്ത് ക്ഷേത്രജ്ഞനായിട്ട് സാക്ഷാൽ ഭഗവാൻ ചൈതന്യ രൂപത്തിൽ, ജീവൻ്റെ രൂപത്തിൽ കുടികൊള്ളുന്നുണ്ട്. അങ്ങനെയുള്ള ഭഗവാൻ നമ്മൾ വിചാരിക്കുന്നതും അല്ലേ തെറ്റായാലും ശരിയല്ല അതൊക്കെ അവിടെ റെക്കോർഡ് ചെയ്യും. അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പ്രയത്നിക്കും. അതുകൊണ്ടാണ് ഇതാ ഞാൻ ആഗ്രഹിച്ചത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നതായ ഭഗവാൻ ഇതാ അത് സഫലീകരിച്ച് എനിക്ക് തരുന്നത് ആ ഭഗവത് ദർശനം. ആ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് പോയാൽ സാധിക്കും എന്നൊക്കെ ഇങ്ങനെ മനോരഥത്തിൽ
മനസ്സാകുന്ന രഥത്തിൽ കുറേ സമയം ആ അക്രൂര മഹാസേന അങ്ങനെ സഞ്ചരിച്ചു. ഒടുവിൽ പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് നോക്കിയപ്പോൾ കടിഞ്ഞാണ് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. കുതിരകൾ ഏതൊക്കെയോ ഭാഗത്തേക്ക് വഴിയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. വേഗം അതിനെയൊക്കെ നിയന്ത്രിച്ച് അവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ പോയി ആ രഥേന ഗോകുലം പ്രാപ്ത സൂര്യശാസ്ത്രകനി ധ്രുവ. ഏകദേശം ഒരു അസ്തമയ സമയം ആകാറായപ്പോൾ വൃന്ദാവനത്തിൽ, ഗോകുലത്തിൻ്റെ സമീപ പ്രദേശത്ത് വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു. അവിടെ താഴേക്ക് നോക്കിയപ്പോൾ പദാനി തസ്യ അഖില ലോകപാലകിരീടജുഷ്ടാമലപാദരേണോഹോ ദദർശഗോഷ്ഠേ ക്ഷിതികൗതുകാനി വീക്ഷിതാന്യബ്ജയവാങ്കുശാദ്യൈഹി. താഴെ വൃന്ദാവനത്തിലെ പൂഴിമണലിൽ അങ്ങനെ വ്യക്തമായിട്ട് കണ്ടു ഭഗവാന്റെ കാലടികൾ പതിഞ്ഞിട്ട്. എന്താ ഭഗവാന്റെ കാലടികളാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, കാരണം ധ്വജം, വജ്രം, അങ്കുശം തുടങ്ങിയതായ ചിഹ്നങ്ങൾ ഭഗവാന്റെ പാദങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ആ ചിഹ്നങ്ങളോട് കൂടിയിട്ടുള്ളതായ കാലടികൾ പതിഞ്ഞതായ വൃന്ദാവനത്തിലെ പൊഴിമണൽ കണ്ടപ്പോൾ പിന്നെ ഒട്ടും സംശയിച്ചില്ല. പരമഭക്തനായ അക്രൂര മഹാശയൻ രഥാദവസ്കന്ധ്യ സതേഷ്വജേഷ്ഠത പ്രഭോരമൂഞ്ഞഘ്രിജാംശഹോ. ഇത് വേഗം ആ തേർത്തട്ടിൽ നിന്ന് താഴേക്ക് പതിച്ച് ഭഗവാന്റെ കാലടികൾ പതിഞ്ഞതായ മണൽത്തരികളെടുത്ത് തൻ്റെ തലയിൽ അങ്ങനെ അഭിഷേകം ചെയ്ത് പോരാന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ഒരു ശയന പ്രദർശനം ചെയ്തതായ ആ ഒരു അക്രൂര മഹാശയൻ്റെ ഭാവം. എങ്ങനെയുള്ള ഭഗവാന്റെ പാദങ്ങൾ കാല് പതിഞ്ഞതായ സ്ഥലം. പദാനി തസ്യ അഖില ലോകപാലകിരീടജുഷ്ടാമല പാദരേണോഹോ. അഖില ലോക പാലകന്മാർ പോലും ദിവസേന വന്ന് ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നതായ അങ്ങനെയുള്ള ഭഗവാന്റെ ആ പാദങ്ങൾ, ചിഹ്നങ്ങൾ പതിച്ചതായ ആ പൂഴിമണലെടുത്ത് ഇതാ അനുഭവിച്ചതായ അക്രൂര മഹാശയൻ്റെ ആ ഒരു ഭാവം. ഏതായാലും അവിടുന്ന് വീണ്ടും രഥത്തിൽ കയറി ആ ഏകദേശം അസ്തമയ സമയം അടുക്കാറായ സന്ദർഭത്തിൽ ഗോകുലത്തിലേക്ക് എത്തിച്ചേർന്നു. വേഗം രാമകൃഷ്ണന്മാർ ഭീതനീലാംബരധരവും നീലവസ്ത്രം, മഞ്ഞവസ്ത്രമൊക്കെ ധരിച്ചിട്ടുണ്ടായ രാമകൃഷ്ണന്മാർ വേഗം വന്ന് അക്രൂര മഹാശയനെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി ആ ഗോകുലത്തിൽ അവിടെ ഇരുത്തി. ചോദിച്ചു, അക്രൂര മഹാശയ, അങ്ങേക്ക് സ്വാഗതം, ഞങ്ങളുടെ ഗോകുലത്തിലേക്ക് ആസനമിതം സ്വാഗതമസ്തു എന്നൊക്കെ പറഞ്ഞ് ഇരിക്കാനൊക്കെ കൊടുത്ത് മധുവർക്കം സക്ഷൗദ്രം, മധുവർക്കം കുടിക്കാൻ കൊടുക്കും. മധുവർക്കം എന്ന് പറഞ്ഞാലോ ഉത്തരേന്ത്യയിൽ പോയാൽ ഇന്ന് കിട്ടും ലസ്സി എന്ന് പറഞ്ഞ ഒരു സാധനം അല്ലെ, തൈര് തേനൊക്കെ കൂട്ടി ചേർത്ത് അങ്ങനെ കടഞ്ഞിട്ടുള്ളതായ സാധനം. അത് കുടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ ജ്യൂസ് കുടിക്കുന്നതിനേക്കാൾ നല്ല സുഖമാണ്. അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെ കൊടുത്ത് പാനീയങ്ങളൊക്കെ കുടിക്കാൻ കൊടുത്തിട്ട് ചോദിച്ചു, അങ്ങയുടെ ആഗമന ഉദ്ദേശം എന്താണ് അക്രൂര മഹാശയ? അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ അമ്മാനല്ലേ കംസൻ മധുരയിൽ, അയാളൊരു ധനുർയാഗം ചെയ്യുന്നുണ്ട്, വലിയയാഗം. ആ വലിയയാഗത്തിന് നിങ്ങളെ ക്ഷണിക്കാനല്ല, പിന്നെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ പോകുന്നത്. നാളെ കാലത്ത് നമുക്ക് പുറപ്പെടണം. പിന്നെ ഇവിടെയുള്ളതായ ഗോരസങ്ങൾ, പാല്, തൈര്, എണ്ണ എത്ര ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അതൊക്കെ അനേകം കുടങ്ങളിലാക്കിയിട്ട് നമുക്ക് മധുരയിലേക്ക് കൊണ്ടുപോകണം. അപ്പോഴാണ് അക്രൂര മഹാശയന് ഓർമ്മ വന്നത്. കംസ മഹാരാജാവ് അവിടെ പറയരുത് എന്ന് പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വന്നു. പിന്നെ യഥാർത്ഥത്തിൽ നിങ്ങളെ വിദ്യയാകെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്നു മാത്രമേ ഉള്ളൂ. നിങ്ങളെ കൊല്ലാനാണ് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. കുട്ടികളെ നിങ്ങൾ കുട്ടികളായതുകൊണ്ട് കറക്റ്റാണ്. അത് കേട്ടപ്പോൾ രാമകൃഷ്ണന്മാർ പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞോളൂ, പക്ഷേ അച്ഛനമ്മമാരോട്, നന്ദഗോപരുടെ, യശോദാദേവിയോട് പറയരുത്. പറഞ്ഞാൽ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല, അവർ വിടില്ല. സ്വന്തം കുട്ടികളെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നത് പറഞ്ഞാൽ ആരെങ്കിലും പുറത്തേക്ക് വിടുമോ? ഇല്ല. അതുകൊണ്ട് പറയരുതെന്ന് താക്കീത് കൊടുത്ത് പിറ്റേ ദിവസം പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേറ്റ് ആ ദിനകൃത്യങ്ങളൊക്കെ നിത്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അക്രൂര മഹാശയൻ്റെ രഥത്തിൽ കയറി രാമകൃഷ്ണന്മാർ, നന്ദഗോപര്, യശോദാദേവി അവരുടെ ഭാവം എന്താണ്? തൻ്റെ കുട്ടികൾ ആദ്യമായിട്ടാണ് പട്ടണത്തിലേക്ക് പോകുന്നത് അല്ലെ, അവർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയില്ല. ഇവർ 10 മണിക്ക് കഴിക്കാൻ ഒരു പലഹാരം, 11 മണിക്ക് കഴിക്കാൻ മറ്റൊരു പലഹാരം, ഇങ്ങനെ പലതരത്തിലുള്ളതായ പലഹാരങ്ങൾ, ഉണ്ണിയപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് പലതും ഉണ്ടാക്കി പലതരത്തിലുള്ളതായ കൂടകളിലാക്കിയിട്ട് ഈ രഥത്തിൽ കയറ്റി വെച്ചു. പാല്, തൈര്, വെണ്ണ അതൊക്കെ പല കൂടങ്ങളിലാക്കിയിട്ട് പിന്നെ ഇവർക്ക് കളിക്കാനുള്ളതായ കളിക്കോപ്പുകൾ, പമ്പരം, പീപ്പി, ഓടക്കുഴൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ആ രഥത്തിലങ്ങനെ കയറ്റി വെച്ചു. ആ നന്ദഗോപര്, യശോദാദേവി അങ്ങനെ കണ്ണുനീർ വാർത്തുകൊണ്ട്, കാരണം ഈ കുട്ടികൾ ഇതുവരെ നമ്മളെ പിരിഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് പോയി നിന്നിട്ടില്ല. അങ്ങനെയുള്ള കുട്ടികൾ പിരിയുന്നതായ സന്ദർഭത്തിൽ അവർ ദുഃഖം അനുഭവിക്കുക, അങ്ങനെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഭഗവാനെ രാമകൃഷ്ണന്മാരത്ത് നിന്ന് നോക്കി നിൽക്കുന്നതായ കാഴ്ച. രാമകൃഷ്ണന്മാരോ, നിങ്ങൾ ഇങ്ങനെ ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല,
ആയാസ്യേ, ഞങ്ങൾ പോയിട്ട് ആ വലിയ യാഗം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചു വരും, നിങ്ങൾ സമാധാനിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അക്രൂര മഹാശയൻ്റെ രഥത്തിൽ അങ്ങനെ പോവാണ്. പോകുമ്പോഴാണ് വലിയൊരു സംഘം ആൾക്കാർ, ഗോപികമാർ. അവർ പറഞ്ഞു, ഇന്നലെ എന്തോ അവൻ്റെ പേരെന്താണ്, ക്രൂ എന്നൊക്കെ പറഞ്ഞിട്ട് അക്രൂരൻ എന്നൊക്കെയാണ് പേര്. എന്താ അക്രൂരൻ എന്ന് പറഞ്ഞാൽ ക്രൂരത തീരെ ഇല്ലാത്തവൻ എന്നാണ് അക്രൂരൻ എന്ന പദത്തിൻ്റെ അർത്ഥം. പക്ഷെ ഇവൻ ആരായി പേരിട്ടതെന്ന് അറിയില്ല. ഇവനാണ് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ക്രൂരൻ. അക്രൂര ഇത്യേതൽ അതീവ ദാരുണ. ഇവനാണ് ലോകത്തിൽ. കാരണം എന്താണ്, നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയായിട്ടുള്ളതായ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടതായ ഈ ശ്രീകൃഷ്ണനെ നമ്മുടെ മുന്നിൽ നിന്ന് അടർത്തിയെടുത്തിട്ട്, നമ്മുടെ മനസ്സിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് ഈ മധുരയിലേക്ക് കൊണ്ടുപോകുന്നതായ ഇവനാണ് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ദുഷ്ടൻ. ഏതായാലും ആ ഗോപികമാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, കൃഷ്ണൻ എവിടുന്ന് പോകരുത്. പോകാതിരിക്കാൻ നമ്മൾ എന്താ വേണ്ടത്, ആ രഥം വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അവിടെ മലർന്നങ്ങനെ കിടക്കാം. നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കയറ്റിയിട്ട് കൊണ്ടുപോകട്ടെ. കൃഷ്ണൻ അത് സാധിക്കില്ല. അപ്പോൾ ഒരു ഗോപിക പറഞ്ഞു, അത് ശരിയല്ല. കാരണം നമ്മുടെ ജീവിതം തന്നെ അതിനു വേണ്ടിയിട്ടാണ്. കൃഷ്ണന് നന്മ വരണം, അല്ലേ? കൃഷ്ണന് നന്മ വരണം, കൃഷ്ണനൊരു ആപത്തും വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ ജീവിതം തന്നെ. അങ്ങനെയാകുമ്പോൾ അത് കൃഷ്ണൻ്റെ യാത്ര മുടക്കിയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൃഷ്ണൻ ദുഃഖമുണ്ടാവും, അത് നിമിത്തം നമുക്ക് വലിയ ദുഃഖമുണ്ടാവും. അതുകൊണ്ട് അങ്ങനെ വേണ്ട, നമുക്കൊരു ഭാഗത്തേക്ക് മാറി നിൽക്കാം. സകല ഗോപികമാർ ഒരു ഭാഗത്തേക്ക് മാറി നിന്നപ്പോൾ രാമകൃഷ്ണന്മാർ അക്രൂര മഹാശയനോട് പറഞ്ഞു, ഇപ്പോഴാണ് നല്ല സമയം, വേഗം വിട്ടോളൂ രഥം. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് ഇവരോട് വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് സമാധാനിപ്പിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പോക്ക് നടക്കില്ല. അതുകൊണ്ട് വേഗം രഥം ഇതാ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ നിർദ്ദേശം കൊടുക്കും. ഭഗവാന്റെ ആ രാമകൃഷ്ണന്മാർ കയറിയതായ അക്രൂര മഹാശയൻ്റെ രഥം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സകല ഗോപികമാരും ആ രഥത്തെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് അവസ്ഥ? രഥം അങ്ങനെ പോയി ഒടുവിൽ രഥം കാണാനില്ല, അതിൻ്റെ പൊടിക്കൂറ മാത്രം ഇങ്ങനെ കാണാനുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ ഒന്നും കാണാനില്ല, കുറച്ച് പൊടിപടലങ്ങൾ മാത്രമാണ്. തൻ്റെ ജീവിതം തന്നെ ശൂന്യമായിട്ട് തീർന്നു എന്നുള്ള ഭാവത്തിൽ ചില ഗോപികമാർ അവിടെ നോക്കി നിന്നിട്ട് അവിടുന്ന് മോഹാലസപ്പെട്ട് വീണു, ഭൂമിയിലേക്ക് പതിച്ചു. ചില ഗോപികമാർ ലേഖ്യാനിവോപലക്ഷിതാഹ, ചിത്രത്തിൽ വരച്ചതായ ഗോപികമാരും ഭഗവാനില്ലാത്തതായ ആ ഒരു അവസ്ഥയിൽ അവരൊക്കെ അവിടുന്ന് വിലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഏവം ബ്രുവാണ വിരഹാതുരാഭ്രശം വ്രജസ്ത്രിയ കൃഷ്ണവിഷക്കതമാനസാഹ വിസൃജ്യലജ്ജാം ഋതുസ്മ സുസ്വരം ഗോവിന്ദ ദാമോദര മാധവേരി. ഗോവിന്ദ ദാമോദര മാധവ എന്ന് പറഞ്ഞിട്ട് സകല ഗോപികമാരും അങ്ങനെ ഉറക്കെ അങ്ങനെ ഇതാ നിലവിളിച്ചുകൊണ്ട് ഭഗവാനെ ആശ്രയിച്ചു. ഏതായാലും അവിടുന്ന് അക്രൂര മഹാശയൻ്റെ രഥം കാളിന്തി നദിയുടെ തീരത്തേക്ക് എത്തിച്ചേർന്നു. അവിടെ എത്തിയപ്പോൾ അക്രൂര മഹാശയനൊരു ധാരണയുണ്ട്, ഇത് എന്തായാലും രാമകൃഷ്ണന്മാർ ഒരു കുട്ടികളാണെന്നുള്ള ഒരു ധാരണയുണ്ട് ചില സമയങ്ങളിൽ. ചില സമയത്തോ ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് എന്ന് അങ്ങനെ രണ്ട് ബോധം ഉണ്ട്. അപ്പോൾ കുട്ടികളാണെന്ന് തോന്നിയപ്പോൾ അക്രൂരന് തോന്നി, അല്ല ഈ കുട്ടികളെ ഞാൻ എങ്ങനെയാണ് ഈ മധുരയിൽ കൊണ്ടുപോയിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കുക ആ കംസന്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം. ഏതായാലും കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ കുട്ടികളാണ്, ഓർമ്മ വേണം, രഥത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങരുത്, വെള്ളമാണ്, കാളിന്തി നദിയാണ്, ഒഴുക്കുണ്ട്, ശ്രദ്ധിക്കണം, ഇവിടെ ഇരുന്നോളൂ രഥത്തിൽ. ഞാൻ പോയിട്ട് മാധ്യാന്തിക സന്ധ്യാവന്ദനം, മധ്യാഹ്ന സമയത്ത് ചെയ്യേണ്ടതായ സന്ധ്യാവന്ദനമൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് കുട്ടികളെ അവിടെ എടുത്തിട്ട് അക്രൂര മഹാശയൻ വേഗം കാളിന്തി നദിയിലേക്ക് പ്രവേശിച്ചു സ്നാനം ചെയ്യാൻ വേണ്ടി. സ്നാനം വിധിവതാതരൽ, സ്നാനം ചെയ്ത് ജപം ഒക്കെ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ആ കാളിന്തി നദിയുടെ അതിലേക്ക് അങ്ങനെ പ്രവേശിച്ച് അതിലങ്ങനെ കുളിക്കാൻ വേണ്ടിയിട്ട് അടിത്തട്ടിലേക്ക് അങ്ങനെ പോയപ്പോഴാണ് അവിടെ ഒരു രാമനും കൃഷ്ണനും. ഞാൻ ഇവരോട് ഇതിൽ നിന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഇതിൽ ഇവർ ഇറങ്ങിയോ നോക്കാം, രഥത്തിലുണ്ടോ എന്ന് വിചാരിച്ചിട്ട് അക്രൂര മഹാശയൻ വേഗം സമന്വിതം. അവിടെയും ഒരു രാമനെയും കൃഷ്ണനെയും കണ്ടപ്പോൾ ഉറപ്പിച്ചു, ഇത് സാധാരണ കുട്ടികളല്ല, ഇത് സാക്ഷാൽ പരമാത്മാവായ ഈശ്വരൻ തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ സന്ദർഭത്തിൽ ഭഗവാൻ രാമകൃഷ്ണന്മാർ ആ രൂപത്തെ കാണിച്ചു കൊടുത്തു, ഇതിൻ്റെ രൂപത്തെ കാണിച്ചു കൊടുത്തു. സഹസ്രശിരസന്ധേ പത്മനാഭ സ്വാമിയായിട്ട്, കൂർമ്മമായിട്ടും നരസിംഹമായിട്ടും വാമനമൂർത്തിയായിട്ടും ഒക്കെ അനേകം അവതാരങ്ങൾ എടുത്തിട്ടുള്ളതായ ഭഗവാൻ ഇതാണ്. നമസ്തേ വാസുദേവായ സർവഭൂതക്ഷയായ ഋഷികേശ നമസ്തുഭ്യം പ്രപന്നം പാഹിമാം എന്നെ ഇതാ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ട് അക്രൂര മഹാശിവൻ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച്
അവിടുന്ന് എഴുന്നേറ്റ് അക്രൂര മഹാശയൻ്റെ ആ രഥത്തിൽ വീണ്ടും ഇതാ പോയി മധുരയിലേക്ക് പ്രവേശിച്ചു. മധുരയിലേക്ക് പ്രവേശിച്ചപ്പോൾ അക്രൂര മഹാശയനോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, ഞങ്ങൾ ഈ പട്ടണം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഒന്നിതൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് കണ്ടിട്ട് വരാം. അക്രൂര മഹാശയൻ തൻ്റെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു. ആയാസ്യ ഭവതോ ഗേഹം, ഇപ്പോൾ ഇവിടെ എത്തിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ, അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങയുടെ ഗൃഹത്തിലേക്ക് ഞങ്ങൾ പിന്നെ വന്നോളാം എന്ന് പറഞ്ഞ് അയാളെ അനുഗ്രഹിച്ച് വേഗം അങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് ഒരു അലക്കുകാരനെ കണ്ടു. അയാൾ പട്ട് വസ്ത്രങ്ങളൊക്കെ അയാളിൽ നിന്ന് വരുമ്പോൾ വസ്ത്രങ്ങളൊക്കെ കൊണ്ടുവന്നത് കുറവാണ്. കുറച്ച് വസ്ത്രങ്ങൾ ഞങ്ങൾ ഭഗവാൻ മനസ്സിലായി, ഇവൻ്റെ ശബ്ദം ഇവിടെ കേട്ട് പരിചയമുണ്ട്. എവിടെയാണെന്ന് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത്, കഴിഞ്ഞ അവതാര സമയത്ത് ശ്രീരാമ അവതാര കാലത്ത് ഇതേ ഒരു അലക്കുകാരനാണ് തൻ്റെ സീതാദേവിയെ അപവാദം പറഞ്ഞിട്ട് അവളെ ഉപേക്ഷിക്കേണ്ടി വന്നത്. അന്ന് ഇവന് 2 കൊടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ അന്ന് കൊടുത്ത ആൾക്കാർ പറയും, രാമൻ ചെയ്തത് ശരിയല്ല, അന്ന് അങ്ങനെ ചെയ്യാൻ പറ്റിച്ചു എന്നുണ്ടെങ്കിൽ എന്താ ആൾക്കാർ പറയാ. അതുകൊണ്ട് ഇപ്പോഴാണ് സമയം. കൃഷ്ണാവതാരത്തിൽ അങ്ങനെയൊന്നുമില്ല. കാരണം ധർമ്മപുരുഷനാണ് ശ്രീരാമചന്ദ്രസ്വാമി. ഈ കൃഷ്ണാവതാരത്തിൽ അങ്ങനെയൊന്നുമില്ല. ആരെങ്കിലും തൻ്റെ നേരെ ഒരു വിരല് ഒന്ന് ഉയർത്തിയെന്നുണ്ടെങ്കിൽ അപ്പം അതിൻ്റെ കഥ കഴിക്കും. അതാണ് കൃഷ്ണാവതാരം. ഇപ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ അലക്കുകാരനെ ശിരക്കായാത പാതയിൽ അവൻ്റെ ശിരസ് ഛേദിച്ച് അവനെ നിഗ്രഹിച്ചു. പിന്നെ ഒരു മാലാകാരനെ കണ്ട് അവനെ അനുഗ്രഹിച്ചു. പിന്നെ ഒരു കുബ്ജ എന്നുള്ളതായ ഒരു വിള് അവളെ അനുഗ്രഹിച്ചു. അവിടുന്ന് അല്ലേ സമയമില്ല നമുക്ക്, അതുകൊണ്ട് അവരെയൊക്കെ അനുഗ്രഹിച്ച് മധുരയിലേക്ക് ഗോപുരത്തിൻ്റെ മുന്നിൽ അവിടെയുള്ളതായ ആ ഒരു വില്ല് ഒടിച്ച് കുവലയാപീഠത്തെ നിഗ്രഹിച്ച് ചാണൂരിനെയും മുഷ്ടികനെയും നിഗ്രഹിച്ച് ഒടുവിലെ കംസനെയും നിഗ്രഹിച്ചതായ ആ ഒരു സന്ദർഭം. പിന്നീട് തൻ്റെ മാതാപിതാക്കന്മാരെ ചങ്ങല ബന്ധനങ്ങളിൽ നിന്ന് വിടുവിച്ചിട്ട് അവരുടെ പാദങ്ങളിൽ വീട് നമസ്കരിച്ച് അവരുടെ അനുഗ്രഹം നേടി. പിന്നീട് സന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ പോയിട്ട് 64 ദിവസങ്ങൾ കൊണ്ട് 64 കലകളും വിദ്യാഭ്യാസം ചെയ്ത് നഷ്ടപ്പെട്ടതായ ഗുരുപുത്രനെ ഗുരുദക്ഷിണയായിട്ട് കൊടുത്ത് സകല അനുഗ്രഹങ്ങളും നേടിയെടുത്തതായ ആ ഒരു സന്ദർഭം. പരമഭക്തനായ ഉദ്ധവനെ ഗോപികുമാരെ സമാശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗോകുലത്തിലേക്ക് പറഞ്ഞയച്ചതായ സന്ദർഭത്തിൽ ആ ഗോപികമാരുടെ ഭക്തി കണ്ടപ്പോൾ ഉദ്ധവന് പോലും അത്ഭുതമായി. അവരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കാനുള്ളതായ ഭക്തി അടിയന് ഇല്ല. അവരുടെ പാദങ്ങൾ പതിച്ചതായ ആ കൂഴിമണലിലെ ഉദ്ധവൻ എന്ന പരമഭക്തൻ നമസ്കരിച്ചു. പന്തേ നന്ദപ്രജ സ്ത്രീണം പാതരേണം അഭീക്ഷണാസാം ഹരിക. പാദങ്ങൾ പതിച്ചതായ മണൽത്തരികൾ പോലും ഈ ഭുവനങ്ങളെ 3 ഭുവനങ്ങളെയും 3 ലോകങ്ങളെയും പരിശുദ്ധീകരിക്കാനുള്ളതായ ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ പാദങ്ങൾ പതിച്ചതായ പാദരേണുകളിൽ വീണ് നമസ്കരിച്ച് തിരിച്ച് ഇതാ മധുരയിലേക്ക് എത്തിച്ചേർന്നതായ ആ ഒരു സന്ദർഭം ഒക്കെയാണ്. അതെ, ഏതായാലും പിന്നീട് രുക്മിണി സ്വയംവരമാണ് നമുക്ക് വർണ്ണിക്കാനുള്ളത്. കാരണം അതും കൂടി വർണ്ണിച്ചിട്ട് വേണം ഇപ്പോൾ 11-20 സ്വയംവരം നടത്താൻ. അപ്പോൾ പിന്നെ ഇപ്പോഴെന്ത് പറഞ്ഞാലും ആരുടെയും തലയിൽ കയറൂല. എല്ലാവരും ഇങ്ങനെ രുക്മിണി സ്വയംവരത്തിൻ്റെ തിരക്കിലാണ് അല്ലേ. അതിപ്പോൾ കാണാൻ വേണ്ടിയിട്ടുള്ള മനോഭാവമാണ്. അപ്പോൾ അത് നമുക്ക് വർണ്ണിക്കാം. ശ്രദ്ധിക്കുക എല്ലാവരും. രാജാസീൽ ഭീഷ്മകോ നാമ വിദർഭാധിപതിർമഹാൻ തസ്യ പഞ്ചാഭവൻ പുത്രാഹ കന്യീകാജവരാനന. മുമ്പ് ഭീഷ്മകൻ എന്ന പേരുള്ളതായ മഹാരാജാവ്, വിദർഭ രാജ്യത്തിൻ്റെ അധിപതിയായിട്ടുള്ളതായ ഭീഷ്മക മഹാരാജാവ്, അദ്ദേഹത്തിന് തസ്യ പഞ്ചാഭവൻ പുത്രാഹ കന്യീകാജവരന 5 കുട്ടികളാണുള്ളത്. ആരൊക്കെയാണ്? രുക്മി, രുക്മരഥൻ, രുക്മബാഹു, രുക്മകേശൻ, രുക്മമാലി. ഇങ്ങനെ 5 ആൾക്കാർ. ഈ 5 ആൾക്കാർക്കും കൂടിയിട്ട് ഒരു സഹോദരിയുണ്ട്. അവളുടെ പേരാണ് രുക്മിണി. ഇവരുടെ പേര് പോലെ തന്നെയാണ് അവരുടെ സ്വഭാവവും. നമ്മൾ ചിന്തിക്കുക, നമ്മളുടെ പേര് പോലെയാണോ നമ്മുടെ സ്വഭാവം? ഒരു ബന്ധം ഉണ്ടാവില്ല ചിലപ്പോൾ. എന്നാൽ ഇവരുടെ പേര് പോലെയുള്ള സ്വഭാവമാക്കിയിട്ട് അവർ ജീവിക്കുകയാണ് ചെയ്യുന്നത്. എന്താ? രുക്മെന്ന് പറഞ്ഞാൽ സ്വർണം എന്നാണ് അർത്ഥം. സ്വർണത്തിൻ്റെ രഥമുണ്ടാക്കിയിട്ട് അതിലങ്ങനെ സഞ്ചരിക്കുന്നതായ ആള് രുക്മരഥൻ. പിന്നെ രുക്മബാഹു, സ്വർണത്തിൻ്റെ വളകൾ കൈകളിൽ മുഴുവൻ അങ്ങനെ ഇവിടുത്തം വരെ ഇങ്ങനെ ധരിച്ചിട്ട് അതിങ്ങനെ കിലുക്കി എല്ലാവരെയും കാണിച്ചുകൊണ്ട് അങ്ങനെയുള്ള ആ ഒരു ഭാവം രുക്മബാഹു. പിന്നെ രുക്മകേശൻ,
ആ സ്വർണത്തിൻ്റെ നിറമുള്ളതായ പെയിൻറ്റ് തൻ്റെ തലമുടിക്ക് അടിച്ചിട്ട് അതൊരു ഫാഷനാക്കി തീർത്തിട്ട് അങ്ങനെ സഞ്ചരിക്കുന്നതായ രുക്മകേശൻ എന്ന ആ ഒരു കേമൻ. പിന്നെ രുക്മമാലി, സ്വർണത്തിൻ്റെ മാലകൾ ധാരാളമായിട്ട് ഉണ്ടാക്കി അതങ്ങനെ കഴുത്തിൽ നിറയെ അങ്ങനെ അല്ലേ മാറിടത്തിൽ മുഴുവൻ അങ്ങനെ അണിഞ്ഞ് അതിങ്ങനെ എല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആ ഒരു കേമൻ. ഇങ്ങനെ 5 ആൾക്കാർ. ഈ 5 ആൾക്കാർക്കും സഹോദരിയായിട്ട് ഒരുവള്, അവളുടെ പേരാണ് രുക്മിണി. എന്താ രുക്മ എന്ന് പറഞ്ഞാൽ സ്വർണം, രുക്മിണി എന്ന് പറഞ്ഞാലോ തങ്കമണി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനെയൊക്കെയുള്ള തനി തങ്കത്തിൻ്റെ ആ നിറത്തോടു കൂടിയിട്ട് ഉള്ള അതിസുന്ദരിയായ രുക്മിണി ദേവി. ഇവിടെ രുക്മിണി ദേവിയെ തൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ളതായ രുക്മി തൻ്റെ സുഹൃത്തായ ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. പക്ഷെ രുക്മിണി ദേവിക്കാണെങ്കിലോ ഈ ശിശുപാലനെ തീരെ ഇഷ്ടമല്ല. പിന്നെ ആരെ ഇഷ്ടം? ശ്രീകൃഷ്ണ ഭഗവാനെയാണ് ഇഷ്ടം. പക്ഷെ അത് തുറന്ന് പറയാൻ വേണ്ടിയിട്ട് ഏട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരത് നിശ്ചയിച്ചു ശിശുപാലന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രുക്മിണി ദേവിക്ക് ഈ ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് തടസ്സമായിട്ട് തീർന്നത് ആരാണ്? തൻ്റെ 5 സഹോദരന്മാരാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, നമുക്കും ഈ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് തടസ്സമായിട്ട് തീരുന്നത് 5 ആൾക്കാരാണ്. ആരാത്? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്ന് പറയുന്നതായ നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളാണ് നമുക്കും ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ആണോ? അതെ. നമ്മളിപ്പോൾ ഇവിടെ യജ്ഞവേദിയിലുള്ള വിളക്കിൽ 2 തിരിയുള്ളൂ, അല്ലാതെ അതിപ്പോൾ അണഞ്ഞു പോകും. ഇങ്ങനെയൊക്കെ നമുക്ക് കാണുമ്പോൾ അല്ലേ നമ്മുടെ ശ്രദ്ധ ഈ കണ്ണ് എന്നതിനെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെ എന്തെങ്കിലും ഒരു ശബ്ദം അവിടെ നിന്ന് കേട്ട് കഴിഞ്ഞാൽ കാത് എന്ന ഇന്ദ്രിയം അങ്ങോട്ട് പിടിച്ച് കൊണ്ടുപോകും. ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും നമ്മളെ പിടിച്ച് വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഭഗവാനെ ആരാധിക്കാൻ, ഭഗവാനെ ശ്രദ്ധിക്കാൻ, ഭഗവാനെ ഹൃദയത്തിൽ കാണാൻ വേണ്ടിയിട്ട്, ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ്. അതിനെ ജയിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? ഇന്ദ്രിയങ്ങൾ പറയുന്നത് പോലെ കേൾക്കുകയാണ്. കണ്ണ് അങ്ങോട്ട് നോക്കണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കുക, അത് അങ്ങോട്ട് കേൾക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവർ പറയുന്നത് പോലെ കേൾക്കുകയാണ്. അപ്പോൾ അങ്ങനെയല്ല വേണ്ടത്. പിന്നെയോ നമ്മൾ പറയുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കണം. ഭഗവാനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുമ്പോൾ കണ്ണ് അങ്ങോട്ട് നോക്കണം. എവിടെയാണ് നോക്കുന്നത്? ഇങ്ങോട്ടല്ലേ? ഇപ്പോൾ കഥയിൽ ശ്രദ്ധിക്കല്ലേ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രിയങ്ങളെ അവനവൻ്റെ ചൊൽപ്പടിക്ക് അടക്കി നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കണം. എന്നാലേ ഭഗവാനെ വേണ്ടതുപോലെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നത് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളാണ്. അതിനെ ജയിക്കുക, എന്നാലേ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഇവിടെ ആ വിദർഭാധിപതിയായ ഭീഷ്മക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരു ബ്രാഹ്മണൻ എന്തോ ഒരു ആവശ്യത്തിന് വന്നു. അപ്പോൾ ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് അന്തപുരത്തിലേക്ക് പോയി. ആ രുക്മിണി ദേവിയുടെ അടുത്ത് പോയി. രുക്മിണി ദേവിയാണെങ്കിൽ വല്ലാത്ത ദുഃഖം. എന്താ രുക്മിണി ദേവി ഇങ്ങനെ ദുഃഖിക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താണ്? അപ്പോൾ പറഞ്ഞു, എൻ്റെ വിവാഹം നിശ്ചയിച്ചു, ഏട്ടൻ ശിശുപാലനുമായിട്ട്. എനിക്കാണെങ്കിൽ ശിശുപാലന് തീരെ ഇഷ്ടമല്ല. ഈ ദ്വാരകാനാഥനായ ശ്രീകൃഷ്ണനെയാണ് എനിക്ക് ഇഷ്ടം. കൃഷ്ണനിലേക്ക് എത്തിച്ചേരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ പറഞ്ഞു, എന്നതിനൊരു കാര്യം ചെയ്യാം, നിനക്ക് എന്താണോ കൃഷ്ണനോട് പറയാനുള്ളത് അതൊരു കത്തിൻ്റെ കഴിഞ്ഞാൽ ഞാനത് ദ്വാരകാനാഥനെ കൊണ്ടുപോയിട്ട് കൊടുക്കാം. നിൻ്റെ കാര്യം ഞാൻ ശരിയാക്കി തരാം. ബ്രാഹ്മണൻ പറഞ്ഞു. അങ്ങനെ രുക്മിണി ദേവി ഭഗവാനോട് എന്തൊക്കെയാണ് പറയാനുള്ളത് അതൊക്കെ ഒരു കത്തിൻ്റെ രൂപത്തിൽ എഴുതി അതങ്ങനെ സീൽ ചെയ്ത് ബ്രാഹ്മണൻ്റെ കൈവശം കൊടുത്തു. ബ്രാഹ്മണൻ അതെടുത്ത് നേരെ ദ്വാരകയിലേക്ക് എത്തിച്ചേർന്നു. ബ്രാഹ്മണനെ കണ്ടപ്പോൾ ഭഗവാൻ സൽക്കരിച്ച് സ്വീകരിച്ചിരുത്തി കുശല പ്രശ്നങ്ങൾ ചോദിച്ചു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അങ്ങയുടെ ആഗമനോദ്ദേശം എന്താണ്? പറഞ്ഞു, ഭഗവാനെ അത് ഒരു പ്രേമവുമായിട്ടാണ് ഞാൻ വന്നത്. അല്ല, അങ്ങേക്ക് ഈ വയസ്സുകാലത്ത് ആരോട്? അല്ല, എനിക്കല്ല ഭഗവാനെ. പിന്നെയോ അങ്ങയോട് ഒരുവൾക്കുള്ളതായ പ്രേമം അങ്ങയെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. അതിതാണ് ഈ കത്തിൽ ഭംഗിയായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഭഗവാൻ ആ കത്തെടുത്ത് അങ്ങനെ തുറന്നു നോക്കിയപ്പോൾ തന്നെ പറ്റി ആദ്യം തന്നെ നല്ല ഒരു കാര്യമാണ് എഴുതിയിട്ട്. നല്ല സംബോധന തന്നെ നല്ലതാണ്. തന്നെ പറ്റിയിട്ട് ഇതുവരെ നല്ലത് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ താൻ തന്നെ ഇത് വായിച്ചു കഴിഞ്ഞാൽ അതിനൊരു സുഖമില്ല. മറ്റുള്ളവരുടെ മുഖത്തിൽ നിന്ന് തന്നെ പറ്റി നല്ലത് കേൾക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖം ഉണ്ടാവും. അതുകൊണ്ട് ബ്രാഹ്മണനോടൊന്നും ബ്രാഹ്മണ അങ്ങ് തന്നെ വായിച്ചോളൂ. അല്ല, ഞാൻ അങ്ങേക്കൊരുവള് സ്വകാര്യമായിട്ട് എഴുതിയത് ഞാനിങ്ങനെ പരസ്യമായിട്ട് വായിക്കുന്നത് ശരിയാണോ?
കുഴപ്പമില്ല, നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ, അങ്ങനെ ധൈര്യമായിട്ട് വായിച്ചോളൂ. രുക്മിണി ദേവി സ്വകാര്യമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ എഴുതിയതായ കത്താണ് അല്ലേ? അത് കേൾക്കണോ? സ്വകാര്യമായിട്ട് എഴുതിയതാണ്. അതിങ്ങനെ പരസ്യമായിട്ട് നമ്മൾ കേൾക്കുന്നത് ശരിയാണോ? കേട്ടോളൂ, പക്ഷേ അനുകരിക്കരുത്. കേട്ടാൽ കുഴപ്പമൊന്നുമില്ല, അത് അനുകരിക്കാതിരുന്നാൽ മതി. ഏതായാലും ആ പ്രേമക്കത്ത് അവിടെ നിന്ന് അങ്ങനെ വായിച്ചു. എന്താ വായിച്ചത്? ശ്രുത്വാകുളാൻ ഭുവനസുന്ദര. ഹേ ഭുവനസുന്ദര എന്നാണ് സംബോധന. എന്താ ഭുവനസുന്ദര എന്ന് പറഞ്ഞാൽ ഈ 3 ലോകങ്ങളിലും വെച്ചിട്ട് ഏറ്റവും സുന്ദരനായിട്ടുള്ളതായ ഭഗവാനെ എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരമായ സ്വരൂപത്തോടു കൂടിയവൻ ആരാണ്? അത് ഭഗവാനാണ്. സൗന്ദര്യോത്തരതോപി സുന്ദരതരം തൊഗ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ഭുവനെ എന്നാണ് അല്ലേ? നമുക്കൊക്കെ തോന്നും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. എന്നാൽ ഏറ്റവും സൗന്ദര്യമുള്ളതായ വസ്തു എന്ന് പറയുന്നത് ഈ ഭഗവാനാണ്. അതിൻ്റെ അപ്പുറത്തൊരു സൗന്ദര്യം ഇല്ല. അങ്ങനെയുള്ള ഹേ ഭുവനസുന്ദര എന്ന് കേട്ടപ്പോൾ തന്നെ ഭഗവാൻ തീരുമാനിച്ചു, തന്നെ സുന്ദര എന്ന് വിളിക്കാൻ ഒരുവൾക്ക് സാധിച്ചെന്നുണ്ടെങ്കിൽ അത് ആർക്കേ സാധിക്കുള്ളൂ? അതൊരു സുന്ദരിക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ഏതായാലും ഇവളെ ഇപ്പം തന്നെ കൊണ്ടുവരുന്ന ഭഗവാൻ തീരുമാനിച്ചു. പിന്നെ തന്നെ നല്ലത് ഇന്നുവരെ ആരും പറഞ്ഞിട്ടില്ല. ചേലകെട്ട കള്ളൻ, പാലുകെട്ട കള്ളൻ അല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ നല്ലൊരു സർട്ടിഫിക്കറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള സമയത്താണെന്നാണ് ഒരുവള് എന്നെ നല്ല വാക്കുകൾ കൊണ്ട് അങ്ങനെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ ഏതായാലും ഇവിടെ കൊണ്ടുവരുന്ന ഉറപ്പിച്ചു. ശ്രുത്വാഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണവിവരേ ഹരതോംഗതാപം. അനേകം ആ പുക വരുന്നത് കൊണ്ട് ഫാനൊക്കെ ഒന്ന് ഓഫ് ചെയ്താൽ അല്ലെങ്കിൽ ആ പുകയൊക്കെ ഇവിടത്തേക്ക് താഴ്ന്നു പോവുക ചെയ്യാം, അല്ലെങ്കിൽ അത് നന്നായിട്ട് കത്തിക്കുക, എന്തെങ്കിലും ഒന്നും ചെയ്യാം. അപ്പോൾ ഏതായാലും അനേകം ഗുണഗണങ്ങൾ ഭഗവാനെ അങ്ങയുടെ ഗുണഗണങ്ങൾ കേട്ടിട്ട് നാരദാദി യോഗീശ്വരന്മാരിൽ നിന്ന് അങ്ങയുടെ അനേകം ഗുണഗണങ്ങൾ കേട്ടിട്ട് എൻ്റെ മനസ്സ് ഇതാ അങ്ങയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് അച്യുത ആവിശതി ചിത്തമപത്രമേ, എൻ്റെ ഈ മനസ്സ് അങ്ങയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്, കൊതിക്കുകയാണ്. സാധാരണ രീതിയിൽ സാധാരണ സ്ത്രീകൾ പോലും അങ്ങയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭാവത്തിൽ ഞാനിത് അങ്ങയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ് ചെയ്തത്. മനുഷ്യരുടെ കൂട്ടത്തിൽ, നരൻ്റെ കൂട്ടത്തിൽ വലിയ ഭാവത്തിൽ നിൽക്കുന്നതായ ആ ഒരു അനേകം യോഗ്യതകളോട് കൂടിയതായ അങ്ങയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഞാനിതാ ആഗ്രഹിക്കുന്നു. ഏതുപോലെ സിംഹത്തിന് ഉള്ളതായ ഒരു ഭക്ഷണം, സിംഹത്തിൻ്റെ മുന്നിലുള്ളതായ ഒരു ഭക്ഷണം, ആ സിംഹം നോക്കി നിൽക്കുന്നതായ സന്ദർഭത്തിൽ അതൊരു കുറുക്കൻ എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ മോശമാർക്കാണ്? സിംഹത്തിനാണ്. അങ്ങ് സിംഹം എന്നുള്ള ആ ഒരു ഭാവത്തിൽ നിൽക്കുന്ന ആളാണ് അല്ലേ? എല്ലാ യോഗ്യതകളും തികഞ്ഞ ഒരാളാണ്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു. അങ്ങനെ സമർപ്പിച്ചതായ എന്നെ അങ്ങയുടെ മുന്നിൽ വെച്ചിട്ട് കുറുക്കനായിട്ടുള്ളതായ ഈ ശിശുപാലൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ നാണക്കേട് അങ്ങയ്ക്കാണ്. അതങ്ങ് ആലോചിച്ചോളുക. പിന്നെ അങ്ങയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ എന്നാണെങ്കിൽ ഞാൻ അറിഞ്ഞ കാലം മുതൽക്ക് പൂർത്തേഷ്ടദത്ത നിയമവ്രത ദേവവിപ്രകുർവർച്ചനാദിഗ്രഹം അനേകം വ്രതങ്ങൾ ഒക്കെ നോക്കിയിട്ട് അങ്ങയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങ് അവിടുന്ന് ദ്വാരകയിൽ നിന്ന് വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്. കാരണം ഇവിടെ രാജാക്കന്മാർ, എൻ്റെ ഏട്ടന്മാർ, ശിശുപാലൻ, ജരാസന്ധൻ, ഇങ്ങനെ ഇവരൊക്കെ ഉണ്ട്. അവരൊക്കെ യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ അവരെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് നാരായണ സൈന്യങ്ങളോട് കൂടിയിട്ട് മാത്രമേ അങ്ങ് ഇവിടത്തേക്ക് വിദർഭയിലേക്ക് വരാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. പിന്നെ വന്നു കഴിഞ്ഞാൽ അന്തപുരത്തിലുള്ളതായ എങ്ങനെയാണ് കാണുക, എന്നെ എങ്ങനെയാണ് സ്വീകരിക്കുക എന്നാണെങ്കിൽ അതിനൊരു ഉപായം ഞാൻ പറഞ്ഞു തരാം. ശോഭാവിനി ത്വമജിതോർദ്വസനെ വിദർഭൻ. വിവാഹത്തിൻ്റെ തലേ ദിവസം ഞാൻ അനേകം തോഴിമാരോട് കൂടി അങ്ങ് നിന്നാൽ മതി. നിന്ന് കഴിഞ്ഞാൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ രഥത്തിൽ കയറ്റിയിട്ട് അങ്ങ് ദ്വാരകയിലേക്ക് പോയിട്ട് എന്നെ ആ ഒരു ഭാവത്തിൽ സ്വീകരിക്കണം. ഇതെൻ്റെ ഒരു ഉപായം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനി വേറെ എന്തെങ്കിലും ഉപായം അങ്ങേക്കുണ്ടെങ്കിൽ അത് പ്രകാരം ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി അന്ന് വന്നിട്ട് എന്നെ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ ശിശുപാലിനെ വിവാഹം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കുമെന്ന് വിചാരിക്കരുത്. എരിഹി അമ്പുജാക്ഷ ന ലഭേയ ഭവൽ പ്രസാദം ജഹ്യാമസൂൻ വ്രതകശാൻ ശതജന്മഭിസ്സൽ. ഇനി അന്ന് വന്ന് എന്നെ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി
എത്ര ജന്മം ജനിച്ചാലും ആ ജന്മങ്ങളിലൊക്കെ ഞാനിത് അനേകം 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 വ്രതം നോറ്റിട്ട് അങ്ങയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും എന്ന രുക്മിണി ഒപ്പ്. അതങ്ങനെ വായിച്ചപ്പോൾ ഭഗവാൻ ആ ബ്രാഹ്മണൻ്റെ കയ്യൊക്കെ ഒന്ന് പിടിച്ചു കുലുക്കിയിട്ട്, ബ്രാഹ്മണൻ ഞാൻ ഇന്നലെ ഒരു കൺപോള അടച്ചിട്ടില്ല, ഇങ്ങനെ ഒരു കത്ത് കൊണ്ടുവരും എന്നൊക്കെ എനിക്കറിയാം, ഏതായാലും നമുക്ക് വേഗം പോയിട്ട് അവളെ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ട് ബ്രാഹ്മണനോട് കൂടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ രഥത്തിൽ കയറിയിട്ട് വിദർഭ നഗരയിലേക്ക് എത്തിച്ചേർന്നു. ആ സമയത്താണ് ബലരാമസ്വാമി അവിടെ ഉണ്ടായിരുന്നില്ല. ബലരാമസ്വാമി വന്നിട്ട് നമ്മുടെ കൃഷ്ണൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആരോ പറഞ്ഞു, എന്തോ ഒരു ബ്രാഹ്മണൻ വന്നു, അയാൾ എന്തോ ഒരു കത്ത് വായിക്കുന്നു, അയാളുടെ കൂടെ അപ്പം തന്നെ ഇറങ്ങി പോകുന്നത് കണ്ടിരുന്നു. എന്നാൽ പിന്നെ ഇവൻ പോയിട്ട് അല്ലേ എന്തെങ്കിലും കുഴപ്പം വരരുതെന്ന് വിചാരിച്ചിട്ട് വേഗം ബലരാമസ്വാമി സകല നാരായണ സൈന്യങ്ങളെയും കൂട്ടിയിട്ട് വിദർഭ നഗരിയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ എത്തുന്നതിന് മുമ്പ് അവിടെ സന്നദ്ധനായിട്ട് ഇരുമ്പൊലൊക്കെയും ആ കലപ്പയൊക്കെ എടുത്തിട്ട് അവനങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവിടെ ഭഗവാൻ എത്തിയപ്പോൾ ഭഗവാനെ സംശയമായി. ഇനിയിപ്പോൾ ഏട്ടൻ എന്ത് ഭാവത്തിലാണ് ഇവിടെ വന്നതെന്ന് അറിയില്ല. ഏട്ടനും ഈ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണോ ഇവിടെ വന്നത്? എനിക്കിപ്പോൾ കത്ത് അയച്ചിട്ടാണോ ഞാൻ വന്നത്? ഇനി ഇതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയോ മറ്റോ ഏട്ടന് കിട്ടിയിട്ട് ഇതേ ഉദ്ദേശത്തോട് കൂടിയിട്ടാണോ വന്നതെന്ന് അറിയില്ല. അപ്പോൾ ബലരാമസ്വാമി പറഞ്ഞു, കൃഷ്ണ നീ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, ഭ്രാതൃ സ്നേഹപരിപ്ലത, നിന്നോടുള്ള സ്നേഹം, ആ സഹോദര സ്നേഹം കൊണ്ട് നിനക്ക് ആപത്ത് വരരുതെന്ന് വിചാരിച്ചിട്ട് നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വന്നത്. നീ വന്ന കാര്യം നടത്തിക്കൊള്ളുക. ഏതായാലും ഭഗവാനെ വിദർഭയിൽ കൃഷ്ണൻ വന്നു എന്നുള്ളതായ വാർത്ത കേട്ടപ്പോൾ അനേകം വിദർഭാവാസികൾ തടിച്ചുകൂടി ആ കൃഷ്ണനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, സൗന്ദര്യം കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. ചില ആൾക്കാരെ വിളിച്ചു പറഞ്ഞു, ഈ ശ്രീകൃഷ്ണ ഭഗവാൻ രുക്മിണി ദേവിയുടെ ഭർത്താവായിട്ട് തീരട്ടെ എന്നൊക്കെ അങ്ങനെ അറിയാതെ കണ്ട് വിളിച്ച് പറഞ്ഞു പോയി. ആ സമയത്താണ് രുക്മിണി ദേവിയുടെ അന്തപുരത്തിൽ രുക്മിണി ദേവി വല്ലാതെ കണ്ട് വ്യസനിച്ച് കണ്ണുനീര് വാർത്തുകൊണ്ട്, കാരണം ബ്രാഹ്മണനെ പറഞ്ഞയച്ചിട്ടുണ്ട്, അയാൾ വരുന്നുമില്ല, ഇനി ഭഗവാൻ വന്ന് തന്നെ സ്വീകരിക്കുമോ ഒന്നും അറിയില്ല. അപ്പോഴാണ് രുക്മിണി ദേവിയുടെ ഇടത്തെ കണ്ണ് അങ്ങനെ തുടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി, ചലിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പൊതുവെ ഈ സ്ത്രീകളുടെ ഇടത് ഭാഗം, ഇടത് കണ്ണ് ഇതൊക്കെ തുടിച്ചു കഴിഞ്ഞാൽ, പടച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയും. പുരുഷന്മാരുടെ വലത് ഭാഗത്തുള്ള കണ്ണ് വലത് ഭാഗം. അപ്പോൾ രുക്മിണി ദേവിക്ക് ഇടത്തെ കണ്ണ് പടച്ചപ്പോൾ നല്ലത് ജീവിതത്തിൽ എന്തോ വരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് എന്ന് മനസ്സിലായി. അതിനൊരു പ്രായപരിധിയുണ്ട്. ഏത് ഈ കണ്ണ് തുടിക്കുന്നതിന് അല്ലേ, 65 കഴിഞ്ഞിട്ട് എൻ്റെ ഇടത്തെ കണ്ണ് തുടിക്കുന്നുണ്ട്, നല്ലത് വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ടെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല അല്ലേ, അത് വേറെ എന്തോ അസുഖത്തിൻ്റെ ലക്ഷണമാണ്. ഏതായാലും അങ്ങനെ രുക്മിണി ദേവി അങ്ങനെ വിചാരിക്കുമ്പോഴാണ് കൃഷ്ണൻ വന്നു എന്നുള്ളതായ വാർത്ത ആ ബ്രാഹ്മണൻ രുക്മിണി ദേവിയോട് പറഞ്ഞപ്പോൾ ഇതിലധികം സന്തോഷം ഉണ്ടാവില്ല. വേഗം ബ്രാഹ്മണന് പലതരത്തിലുള്ളതായ പാരിതോഷികങ്ങളൊക്കെ കൊടുത്ത് കവാടങ്ങളിൽ വീണ് നമസ്കരിച്ച് അനുഗ്രഹം നേടിയതായ ആ ഒരു സന്ദർഭം. ഇവിടുത്തെ ഈ വിവാഹത്തിൻ്റെ തലേ ദിവസം രുക്മിണി ദേവി അനേകം ആൾക്കാർ ദാസിമാരോട് കൂടിയിട്ട് അനേകം ഉപഹാരങ്ങളൊക്കെ എടുത്ത്, നിവേദ്യ സാധനങ്ങളൊക്കെ എടുത്ത് അനേകം ദാസിമാരോട് കൂടിയിട്ട് വിവാഹത്തിൻ്റെ തലേ ദിവസം അടുത്തുള്ളതായ ദുർഗാദേവിയുടെ ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയായിട്ട് അങ്ങനെ പോയി അവിടെ ദുർഗാദേവിയുടെ ക്ഷേത്രത്തിലെത്തി നിവേദ്യ സാധനങ്ങളൊക്കെ മണ്ഡപത്തിൽ വെച്ചു. പൂജാരി ചോദിച്ചു, എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ പറയണം, ഇപ്പോഴാണ് നല്ല സമയം. അപ്പോൾ രുക്മിണി ദേവി പറഞ്ഞു, എനിക്ക് ഈ ശിശുപാലനെ ഇഷ്ടമല്ല, പിന്നെയോ ആ ശ്രീകൃഷ്ണ ഭഗവാൻ എൻ്റെ ഭർത്താവായിട്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്നാൽ പിന്നെ ഞാൻ മന്ത്രം ചൊല്ലിത്തരാം. പൂജാരി പറഞ്ഞു, ഹേ അംബികാദേവി, സന്താനങ്ങളോട് ഭർത്താവോടും കൂടി ഇവിടെ ഇങ്ങനെ ശോഭിക്കുന്നതായ ഹേ അംബികാദേവി, ദുർഗാദേവി, ആ ഒരു ശ്രീകൃഷ്ണ ഭഗവാൻ എൻ്റെ സംരക്ഷകനായിട്ട് ഭർത്താവായിട്ട് തീരാൻ വേണ്ടിയിട്ട് അനുഗ്രഹിക്കണേ എന്നുള്ളത് ആ മന്ത്രരൂപത്തിൽ, ശ്ലോകരൂപത്തിൽ രുക്മിണി ദേവിക്ക് ചൊല്ലിക്കൊടുത്തു. നമസ്യേ ത്വാംബികേ ഭീക്ഷ്ണം സ്വസന്താനയുതാം ശിവാം ഭൂയാൽ പതിർമേ ഭഗവാൻ കൃഷ്ണസ്തദനോദതാം. ഹേ അംബികാദേവി, ഇതാ എന്നെ ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഭർത്താവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അനുഗ്രഹിക്കണേ എന്ന് ഇതാ അങ്ങനെ സ്തുതിച്ചു. ആ പൂജാരി മന്ത്രമൊക്കെ ചൊല്ലിക്കൊടുത്ത് അങ്ങനെ സ്വയംവര മന്ത്ര പുഷ്പാഞ്ജലിയൊക്കെ ചെയ്ത് ആ പ്രസാദം കൊടുത്ത് ഫലമൂലാദികളൊക്കെ തട്ടൊക്കെ എടുത്തിട്ട് അനേകം ദാസിമാരോട് കൂടിയിട്ട് ആ രാജവീഥിയിലേക്ക് എഴുന്നള്ളി രുക്മിണി ദേവി കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. ചില ആൾക്കാർ വലിയ വൃക്ഷത്തിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് അവിടുന്ന് നോക്കുന്നുണ്ട്,
ചില ആൾക്കാർ സൗന്ദര്യം കണ്ട് തലകറങ്ങി താഴേക്ക് പതിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള രാജാക്കന്മാരുടെ ഇടയിൽ രുക്മിണി ദേവിക്ക് മനസ്സിലായി. കാരണം ഇന്നലെ കത്തയച്ചപ്പോൾ അതിലെന്താ പറഞ്ഞത്, അവിടെ എവിടെയെങ്കിലും നിന്നാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ മുമ്പ് പരപുരുഷന്മാരെങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്ന അങ്ങനെ നോക്കാറില്ല. അപ്പോഴാണ് ഇന്നാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇന്നെന്താ, ഇന്ന് എല്ലാവരുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടാവും അല്ലെ, ഒരു മിസ് കോള് അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. പണ്ടത്തെ അങ്ങനെയുള്ളൊരു സംഭവമില്ല. എന്താ വേണ്ടത് തീരുമാനിച്ചു. അപ്പോഴാണ് രുക്മിണി ദേവിക്കൊരു ഉപായം തോന്നിയത്. രുക്മിണി ദേവി തൻ്റെ ചുരുണ്ട തലമുടി സൗന്ദര്യത്തിൻ്റെ ലക്ഷണമാണ്. ചുരുട്ടിയതല്ല, ചുരുണ്ട തലമുടി. ആ ചുരുണ്ട തലമുടി അതങ്ങനെ പിന്നൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. ആ ഉത്സാര്യ വാമകരജയിൽ ഇളകാൻ അപാങ്കൈഹി, ആ ഇടത്തെ കണ്ണിലേക്ക് ചുരുണ്ട തലമുടി അങ്ങനെ വീണു. അത് കോതി ഒതുക്കാൻ എന്നുള്ളതായ ഭാവത്തിൽ ഇടത്തെ കൈ കൊണ്ട് ആ തലമുടി അങ്ങനെ ഒതുക്കാൻ എന്നായിട്ട് അച്ഛൻ സംശയിച്ചില്ല. അവിടുന്ന് മന്ദം അങ്ങനെ നടന്നു നീങ്ങി ആ രുക്മിണി ദേവി തൻ്റെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേർന്ന് തൻ്റെ താമരമുട്ട് പോലുള്ളതായ ആ ഒരു കൈകളങ്ങനെ ഉയർത്തി അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ ഭഗവാൻ രഥത്തിൽ നിന്ന് 2 പടി താഴേക്ക് ഇറങ്ങിയിട്ട് രുക്മിണി ദേവിയുടെ കൈക്കങ്ങനെ പിടിച്ച് ഇതാ വേഗം രഥത്തിൽ കയറ്റിയിട്ട് അവിടുന്ന് യാത്രയാകാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടപ്പോഴാണ് രുക്മിണി ദേവിയുടെ ഏട്ടനുണ്ടല്ലോ രുക്മി യുദ്ധത്തിന് വന്നു. ബലരാമസ്വാമി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, യുദ്ധം നീ ഇപ്പോൾ ഇവിടുന്ന് യുദ്ധമൊന്നും ചെയ്യേണ്ട, നേരെ ദ്വാരകയിലേക്ക് പോയിക്കോളൂ, ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷേ രുക്മിണി ദേവിയുടെ ജ്യേഷ്ഠൻ രുക്മി വെറുതെ വിട്ടില്ല. അയാൾ പിറകെ പോയി. ഈ രുക്മിണി ദേവിയെ കൂടാതെ കണ്ട് ഞാൻ വിദർഭയിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഭഗവാന്റെ പിറകിൽ അയാൾ പോയി യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്തായി, ബലരാമസ്വാമി പറഞ്ഞു, എൻ്റെ അനുജൻ കൃഷ്ണൻ ഇതാ രുക്മിണി ദേവിയെ ഇവിടുന്ന് രാക്ഷസ വിധി പ്രകാരം വിവാഹം ചെയ്തിട്ട് കൊണ്ടുപോയി. അതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ വിരോധമുണ്ടെങ്കിൽ എന്നോട് ഇപ്പോൾ വന്നോളൂ, യുദ്ധം ചെയ്യാം. എനിക്കും സമയമില്ല, ഇനിയിപ്പോൾ അവിടെ ദ്വാരകയിലെത്തിട്ട് അതിമംഗളമായിട്ട് വിവാഹം ചെയ്യണം. അതുകൊണ്ട് ആർക്കൊക്കെയാണ് എതിർപ്പെന്ന് വിചാരിച്ചാൽ വേഗം വന്നോളാം യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. ബലരാമസ്വാമിയുടെ യുദ്ധം എങ്ങനെയാണ്, പെട്ടെന്ന് തീരും. അദ്ദേഹത്തിൻ്റെ ആയുധം എന്ന് പറഞ്ഞാൽ ഇരുമ്പൊലക്കയും കലപ്പയാണ്. ആ കലപ്പ എടുത്തിട്ട് എന്നിങ്ങനെ ചുഴറ്റി പിടിച്ചു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ അതിൽ പെടും. എന്നിട്ടോ ഇരുമ്പൊലക്ക കൊണ്ട് ഠേ എന്ന് പറഞ്ഞിട്ട് ഒരു ഇടി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം തന്നെ കഥ കഴിയും. പെട്ടെന്ന് യുദ്ധം തീരും. കുറേ ആൾക്കാർ ഇടി കിട്ടിയിട്ട് ഇടി കിട്ടുമല്ലോ എന്ന് പേടിച്ചിട്ട് കുറേ ആൾക്കാർ ഓടിപ്പോയി. ഒടുവിൽ ബലരാമസ്വാമി അവിടുന്ന് ഒരു കൊടുത്തു. എല്ലാവരുടെയും എൻ്റെ അനുജൻ ശ്രീകൃഷ്ണ ഭഗവാൻ ഇതാ രുക്മിണി ദേവി രാക്ഷസ വിധിപ്രകാരം ഇവിടുന്ന് തേരിൽ കയറ്റിയിട്ട് കൊണ്ടുപോയത് നിങ്ങളൊക്കെ കണ്ടല്ലോ. ഇനിയിപ്പോൾ ദ്വാരകയിൽ വെച്ചിട്ട് അതിമംഗളമായിട്ട് അനേകം സജ്ജനങ്ങളുടെ സാന്നിധ്യത്തിൽ അതിമംഗളമായിട്ട് വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടനായ ബലരാമനായ ഞാൻ തീരുമാനിച്ചിട്ട് നിങ്ങളെല്ലാവരും അവിടത്തേക്ക് ക്ഷണിക്കുന്നു. എല്ലാവരും വന്നിട്ട് അത് മംഗളമാക്കിയിട്ട് തീർത്തു തരണം. അങ്ങനെ ബലരാമസ്വാമി അവരെയൊക്കെ ക്ഷണിച്ച് ദ്വാരകയിലേക്ക് പോകുമ്പോഴാണ് കൃഷ്ണൻ്റെ രഥത്തിൻ്റെ പിറകിൽ എന്തോ ഒരു തടസ്സം. അങ്ങനെ കണ്ടപ്പോൾ കൃഷ്ണ രഥം നിർത്താൻ ചോദിച്ചു, എന്താ ഇങ്ങനെ ഒരു വൈരൂപ്യം, ഒരു ഭാഗത്തെ തലമുടി നീ ചോദിച്ചു, ആരാ ഇതൊക്കെ ചെയ്തത്, ഇങ്ങനെ ഒരു രൂപം കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, കേട്ടാ അത് ഞാൻ ഈ രുക്മിണി ദേവിയും കൂട്ടിയിട്ട് വരുമ്പോൾ ഏട്ടനായ ഇവളുടെ ഏട്ടനുണ്ടല്ലോ രുക്മിണി എന്നോട് യുദ്ധത്തിന് വന്നപ്പോൾ ഞാൻ വാളെടുത്തിട്ട് ഇവൻ്റെ ആ ശിരസ് ഛേദിക്കാൻ വേണ്ടിയിട്ട് വധിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടപ്പോൾ ഇവള് യോഗേശ്വര പ്രമേയാത്മൻ ദേവദേവ ജഗൽപദേ ഹന്തും നാർഹസി കല്യാണ ഭ്രാതരം മേ മഹാവുജ. ഭഗവാനെ, ഇവൻ എൻ്റെ ഏട്ടനാണ്, അവന് വിവരമില്ല, അതുകൊണ്ടാണ് അമ്മയോട് യുദ്ധത്തിനൊക്കെ വന്നത്, അതുകൊണ്ട് അവനെ വധിക്കരുത് എന്ന് രുക്മിണി ദേവി എന്നോട് പറഞ്ഞു. കാരണം വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ കഴിഞ്ഞ ഉടനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അത് സാധിപ്പിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ പ്രകൃത്യവാണിനാവാണിം പ്രസന്നതോ ബ്രവീ ശ്രീഭഗവാനുവാച തഥാഗവൈച്യത്തോ നിദ്രാഞ്ജലഭേദിശി വേദാം ദുഃഖിണാദ്വേഗോ നിവാരത താവാരീഷ്യോന്മധ്യ രാജന്യാമൃതന്മൃതി തൃപ്പരാവനവജ്ഞാംഗീ വേദസോ കൃഷികാമിവ ശ്രീഷ്കോവാച ഉദ്വാഭക്ഷഞ്ച വിജ്ഞായ രുക്മിണ്യാമൃതസൂദന തതസ്ത്വം യുജ്യതാമാചതാരകേത്യാവസാരഥി സാശ്രീ സർവ്വയുഗ്രിയമേകപുഷ്പവരാതകൈയ യുക്തം രഥവാനീയസ്ഥോ അഞ്ജലിരക്തദ ആനഗ്യസ്സന്തനം സൂര്യത്തിലാരോപ്യപൂർണകൈയ
ആനത്ത ഏകരത്രേണ നിർഭാരകമദ്വയം പുത്രസ്മേതോലംഗത ശിശുവാന സ്വാങ്കന്യാം ദാസ്യം കർമാണ്യകാലയ പരാം സംവർദ്ധനം സിക്തമാക്തിരധ്യാനുദുഷ്പദു യത്രധ്വജാഗാമിത്തോരണേ സ്മരങ്കൃത തദ്യന്തമല്യാവരണേ പരജോംബരഭൂഷദേയ പുഷ്ടം ശ്രീപുരുഷേ ശ്രീവൽഗ്രഹേ ഗുരുദോദേയ ദേവാഹോക്ഷിപ്രാഞ്ചപതിവന്ത്രവാൻ ഭോജയിത്വാധന്യായം വാലയാമാതമംഗളം സുസ്നാദം കന്യാം കൃതകോദകമണ്ഡലാം ജൽപ്രേരഭൂഷിതാം ഭൂഷണോത്തമേയ ചക്രം സാമന്ത്രിമന്ത്രൈവദ്വാരക്ഷരം ദ്വിജോത്തമാ ക്രോധ അഥർവൈവേദ്ഭാവഗ്രനന്ദേ കിരണ്യനോപ്യവാസം സഹിതനാം ച കുലവിസ്തൃതാം പ്രാതന്വേന ചുഭ്യോ രാജാം യുവതാംബര എനം ചേതിമതി രാജാതമൂലസ്തായ വൈ നാഗയാമാതമന്ത്രേ സമാഭ്യുതയോജിതം മദച്ചുൽഭിത്തിരാനീകീത സന്തതീകയാരതി പത്യസംകുലേ നീ പരീട കുണ്ടലം യോ തമ്മൈവദർഭാധിപതി സ്വാഭ്യജ്ഞാപൂജ്യത ദ്വേഷാമാതപുത അദ്ഭുതാന്വിനിവേശനെ തത്രജാണ്ടോദരാസന്തോഷന്തവത്രോ ദൂരത ആജപുത്രൈന്യവക്ഷീയാമോണ്ട്രകാവ്യാസഹസ്രജ കൃഷ്ണരാമദ്യുരോയുക്ത കന്യാങ്കരകസംഗീതം കന്യാൻ തൈദ്യായസാദ കൃഷ്ണരാമദ്യുരോയുക്ത കന്യാൻ തൈദ്യായസാദിതം യജ്ഞാത്യരേ കൃഷ്ണോ രാമാത്യേ ദുർവ്രതാം ോസ്യാമസംഗതത്തേന നിശ്ചിതമാനസാജഗ്മുദ്ഭുജഃ സർവേ സമഗ്രബലവാഹനാ അദ്വൈതഭവൻ രാമോ ഭക്ഷയമൃപദ്യമം കൃഷ്ണം ജൈനംഗതം കർത്തും കന്യാങ്കരകസംഗിതാം കലേന കഥാവർദ്ധം പ്രാതർശ്രീകവലിക്കുളക ത്വരിതക്കുണ്ടിനം പ്രാതങ്കദാശ്രതദ്വി ഭീഷ്മാന്യാവരാരോഹാൻ സന്ധ്യാവനം ധരീയാം പ്രത്യാമജ്ജോസ്യന്ദിതസ്യാദിന്ദയത്തതാം അമോദയോമന്ദുദ്വാമെത്പരമസമാവച്ഛത്തരവിന്ദഘോണാം യത്മിത്രകാരണം സോമിതാവർത്തദേവ്യാമി അസന്ദേഹരോദ്വിജാം അഭിമഞ്ജനവദ്യാത്മാതൃത്വം കിഞ്ചിച്ചുപ്സം അൽപാണിഗ്രഹണേ നൂനം ദുർഭഗായാവേധാത ആനുകൂലോ മൃഗേശ്വര ദേവീമാമുഖാന്തവരി രുദ്രാണി ഗിരിജാസതി എവം ചിന്തയതി ബാലാം ഗോവിന്ദപ്രദമാനീലകാരജ്ഞാനിത്രേതസ്രവലാങ്കുലേ യം ലബ്ധ്വാമദീപ്സന്ധ്യാം ഗോവിന്ദാഗമനന്ദർവാമൂർഭുജോതിത്രമധുരൻ പ്രിയഭാഷണം അധവിഷ്ടമനുദ്രസ്തമപ്രജനിന്ദേന്നാജപുത്രേന്ദ്രദർശാദം പ്രവൃത്തവ്യഗ്രഹമതിൽസതി ആലക്ഷലക്ഷം വിജ്ഞാതോ വർദ്ധസ്മിത തസ്യാവേദ പ്രാപ്തമസസ്വജന്തരം ദുഃഖന്യതപ്രമതരാത്മോഹനം വദിക്തമാഫലം സമാഗത്യം സമാധായ സമാഗതം സമാജ്ഞായ വിദർഭീം കൃഷ്ടമാനതമശ്യന്തി ബ്രാഹ്മണായ പ്രിയമന്യന്തനാമസ പ്രാപ്തോദപ്വാസോദോദാപ്രക്ഷോത്സവം അഭയാത്തൂര്യഘോഷേണ രാമകൃഷ്ണോദമർഗണേ മദഭക്തമാനീയമാസാം സുബ്രജാം സദാ വായനാന്യവ്യക്താനി വിധിവത്സമൂലേ തയോനിവേദനാമൻ ഉപകൽപ്യമഹാമതി സൈന്യോദാനുമോദിഭ്യം വിദദേഹിതാ സംജഗ്നം സമേധാനം യഥാ വീരം യഥാവരം യഥാവിഘ്നം വൈ കാമേ സമർഗയ കൃഷ്ണമാകരമാകരണ്യമിതഘോരവാസിനം നഗത്തുനിത്രാഞ്ജലിത്തമം അമുത്തന്മുഖമംഗലമസ്തേഭാര്യാമൃതം രുക്മണ്ഡനാഭരാസാവപ്യനവദ്യാം വൈഷ്ണാസമുദി കിഞ്ചുതരം എന്നത്തേനൊട്ടക്രോഗകരം അനുഗൃഹാദഗൃഹാദ്വൈദർഭ്യാ പാണിവച്ചുതരം പ്രയമകലാബദ്ധാമറന്തിപതന്തിപരം അദന്തിസ്മരോഗതാ കന്യാനന്ദപുരാകൽപ്പടയുക്താംബികാലയം നഭ്യാമനോദരട്രംഭവന്യാ പാദവന്നവസാനാനധ്യായം കുന്ദരണാം ഭുജം യഥാം മാധവേശ്വാർത്ഥം സഖീവി പരിപാലിതാണ്
ആനോപകാരബലവേ ആനമുഖ്യമാസഹസ്രയാം ഗന്ധം തത്രാവരണേ രജവത്യസ്വരന്ദ്രതാ ഗായന്തത്വവഞ്ചായകാവാദ്യമാതകാ ബരിവാനിവദോം ജഗ്നുസൂതമാം ബലവന്ദിന ആദാദേവീ സദനം ദൂതവാദരം ഭുജ വത്പ്രദസ്തൽദാവരേ അംബികാം ദിഗംതാമൈ പ്രേതോ ബാലാം വിജ്ഞാമി പ്രയോഷിതാം ഭാരീം മന്ദയാഞ്ജപ്രോഭോവത്നീം ഭവാന്യതാം നമസ്തേ ത്വാം ഏവിഷ്ണം സോന്ദാനേതം ശിവാം ഭൂയപദം മേ ഭഗവാൻ കൃഷ്ണ തദനുമോദതാം നമസ്തേ ത്വാം ഏവിഷ്ണം സദനുദാനേതാം ശിവാം ഭൂയപദം മേ ഭഗവാൻ കൃഷ്ണ തദനുമോദതാം നമസ്തേ ത്വാം ഏവിഷ്ണം സദനുദാനേതാം ശിവാം ഭൂയാൽ പദർമേ ഭഗവാൻ കൃഷ്ണ തദനുമോദതാം അഭ്യന്തക്ഷേദൂരീവാദസ്രം മധ്യഭൂഷണേ അനോപകാര ബലിവിപ്രദീവാ ബലിവിപ്രദ വിപ്രപ്തനിയം പരിമതേ തഥാദേ സമൂലം അയോ ൂലമണ്ഡസൂത്രപരീക്ഷേ തസ്ത്രീത്രേത്താദശേഷാം യുരാശ്രാം അഭ്യോ ദേവീ നമത്തക്രേഷാം ജഗൃഗേവതോ പ്രഥമനക്തിക്വാ നിത്യക്രമാംബികാം ത്രിമൽ പ്രകൃത്യമാണിനാം പ്രത്യാരത്നമുദ്രോവനോപിനാം താം ദേവമായാവീരമോഹിനീം മധ്യമം കുണ്ഡലമണ്ഡിതാലിനാം ശ്യാമാനദം വാർപ്പിതരത്നമേകനാം വിദ്യ ശ്യാമാനദം വാർപ്പിതരത്നമേകനാം വിദ്യത്തനീം കുണ്ഡലസംഗരക്ഷണാം സുജിസ്മിതാം ബിംബബലാധരധ്വനി സോണായമാനദ്വിജൗണ്ടകുട്മണാം പദാചലന്തി കളകംസകാമിനീം നിജക്കലാധോപരധാമശോഭിനാം വിനോക്തദേവാം വിനോക്തവീരാം ഗുസ്തമാംഗലാമശസ്ത്രതക്രതകക്ഷയാദ്യതാ ീക്ഷതേന്ദ്രവദാരഹാദ വീണാവലോകൃതേ സൂര്യതത്രാക്ഷുതോംഗജലദശ്വകടാവിമൂഢാ യാത്രാക്ഷരേരേപ്യതീം ജലോഭാം സൈവം സനേക്തലേതീകരവർമ്മോരോപ്രദീക്ഷമാണം ഉത്സാഹമോദയഗാനവങ്കൈ പ്രാപ്താംഗ്രേക്ഷമാചുതം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം താരാജകന്യണ്ടതമങ്ങളിരക്ഷതയും ജഹാരകൃഷ്ണോ ദശതം സമീക്ഷതാം സമാരോപ്യ സവർണരക്ഷണം രാജന്യചക്രം ബലിഭൂയ മാധവ ോയോരാമലോകമേശ്വരേ നിർമാണമധ്യാവാകർദ്ധരെ തമ്മാനസ്വാഭുവം ശക്ഷിയം വരേ ജനാസന്തശാസേങ്കിരയാം അഹോദികത്മാതന്വനാം ഗോപീന്ദ്രം കേസരണം മകേരിമാധ്യമേ മഹാബലാണേ പാരമശ്രീമൃതായാം ദശമസ്കന്ധേ ഉത്തരാർത്ഥേ രുക്മിണീർണന്നാഥപഞ്ചാശപ്തമോധ്യായ വത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അടുത്ത അധ്യായമാണ് രുക്മിണി സ്വയംവരം. രുക്മിണി സ്വയംവര ഘോഷയാത്ര ആരംഭിക്കുകയാണ്. ആഗ്രഹമുള്ളവർ ആ ഘോഷയാത്രയിൽ പങ്കെടുക്കാവുന്നതാണ്. രുക്മിണി സ്വയംവര ഘോഷയാത്ര ആരംഭിക്കുകയാണ്. ആഗ്രഹമുള്ളവർ ആ ഘോഷയാത്രയിൽ പങ്കെടുത്ത് ഇവിടെ വന്ന് ഇരിക്കുക. ശ്രീ